അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാദം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാമെന്ന ഈ സാക്ഷി പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. 118 എപ്പിസോഡിലേക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ നാളുകളിൽ ഏകദേശം 117 എപ്പിസോഡുകളിൽ കർത്താവിന്റെ വലിയ സാക്ഷ്യം, ശ്രേഷ്ഠമേറിയ സാക്ഷ്യം, നമ്മുടെ ജീവിതത്തിൽ അനേകരുടെ ജീവിതത്തിൽ പകർന്നു നൽകിയ സാക്ഷ്യം അനേകരിൽ നിന്ന് കേൾക്കുവാൻ, ഗാനങ്ങളെ കേൾക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അതിന്റെ അനുഗ്രഹങ്ങൾ കാണുവാനും കേൾക്കുവാനും ഇടയാകുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. കർത്താവിന്റെ ദാസന്മാരിൽ നിന്ന് ശ്രേഷ്ഠമായ ജീവിത അനുഭവങ്ങളും ദൈവികമായ ആലോചനയും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നതിനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായ ഈ സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, അനേക ജീവിത സാക്ഷ്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കേൾക്കുകയായിരുന്നു. കർത്താവ് അനേകരുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസനിലൂടെ ആ സാക്ഷ്യങ്ങളെ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന മാറ്റമില്ലാത്ത വചനം അത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവിടുന്ന് സൂക്ഷിക്കണം. എല്ലാവരും പങ്കെടുക്കുവാനിടയാകണം. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. അനുഗ്രഹീതമായ ഗാനങ്ങളെ കേട്ട് ദൈവത്തെ സ്തുതിപ്പാനിടയാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ചാൾസ് വർഗീസ് പുളിക്കീഴ് അവറുകൾ നമ്മോടുകൂടെയുണ്ട്. മുമ്പൊരിക്കൽ അദ്ദേഹത്തിന്റെ ജീവിത സാക്ഷ്യം കേൾക്കുവാൻ വലിയവനായി ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് തന്റെ ജീവിതത്തിൽ വീണ്ടും ദൈവം ചെയ്യുന്ന നന്മകളെ കുറിച്ച് കേൾക്കുവാനും, അതുപോലെ തന്നെ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം ആസ്പദമാക്കി ചില ശ്രേഷ്ഠമേറിയ ആലോചനകൾ ഇന്ന് രാത്രി നമ്മോട് അറിയിക്കുവാൻ കർത്താവിന്റെ ദാസൻ നമ്മോടുകൂടെയുണ്ട്. പ്രിയദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ കാൽവരിനാഥ മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയ അക്സയും ജാനിസും അവറുകളാണ്. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരിൽ നിന്നും അനുഗ്രഹീതമായ ഗാനങ്ങളും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അവരെയും ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ഗാനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സ്നേഹത്തിന് ഇടയനാം യേശുവേ എന്ന് തുടങ്ങുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. ആ ഗാനം പ്രിയമകളെ എക്സൈലിൽ നിന്നും നമുക്ക് കേൾക്കാം. ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രിയമകളെ എല്ലാ ബഹുമാനത്തോടും കൂടെ ക്ഷണിക്കും. പുത്ര നീയല്ലാതാ
താങ്ക് യു. എക്സാമ്പിൾ വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ സകലത്തിനും നമ്മുടെ ദൈവമല്ലാതെ മറ്റാരുമില്ല. ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആ പരിപാലനവും എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ ജീവിതത്തിൽ. കർത്താവിന്റെ ദാസൻ മാമുഗ്രേച്ചാൻ രചിച്ച മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. കരുണയും കൃപയും നിറഞ്ഞവൻ എന്നാരംഭിക്കുന്ന വളരെ അർത്ഥവത്തായ ദൈവത്തിന്റെ വചനത്തിലെ വാക്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു ഗാനം പ്രിയാച്ചാന്റെ കൊച്ചുമകൾ ജാനിസ് ലിസ് ജോയ് അവർ ആലപിക്കുന്നു. പ്രിയമകളെ എല്ലാ ബഹുമാനത്തോടും ആ ഗാനം ആലപിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ, കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ, അവന്റെ വിശുദ്ധ നാമത്തെ എന്നെന്നും വാഴ്ത്തിയിടാം, അവന്റെ വിശുദ്ധ നാമത്തെ എന്നെന്നും വാഴ്ത്തിയിടാം. കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ, കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ. കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ, കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ. സ്നേഹിച്ചവൻ സ്വന്തം പുത്രനെ യാഗമായി തന്നു, നിത്യമായി നമ്മെ സ്നേഹിച്ചവൻ സ്വന്തം പുത്രനെ യാഗമായി തന്നു, സ്വന്തം പുത്രനെ യാഗമായി തന്നു. കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ, കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ. വരുവിൻ
കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ അവന്റെ വിശുദ്ധ നാമത്തെ എന്നെന്നും വാഴ്ത്തിടാം അവന്റെ വിശുദ്ധ നാമത്തെ എന്നെന്നും വാഴ്ത്തിടാം കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ കരുണയും കൃപയും നിറഞ്ഞവൻ മഹാദയുള്ളവൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് വളരെ അർത്ഥവത്തായ രണ്ട് ഗാനങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. നമ്മുടെ ദൈവം സ്നേഹവാനായ ഒരു ദൈവമാണ്. നമ്മുടെ ദൈവം കരുണയും കൃപയും നിറഞ്ഞവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ സാക്ഷ്യമാണ് നാം കേൾക്കാനായിട്ട് പോകുന്നത്. കർത്താവിന്റെ ദാസൻ ചാൾസ് വർഗീസ് പുളിക്കീഴ് വളരെ പ്രതിസന്ധിയിലൂടെയാണ് ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം കടന്നു പോകുന്നത്. ചില വീഴ്ചകളും മുറിവുകളും ചതവുകളും ഒക്കെ ജീവിതത്തെ അലട്ടിയ ദിവസങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തെ, ആത്മീയ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്താതെ നിരുപാധികം നടന്നും വാഹനം ഓടിച്ചും എല്ലാ ശുശ്രൂഷകൾക്കും പോകാനുള്ള ഒരു വ്യഗ്രത കർത്താവിന്റെ ദാസനുണ്ടായിരുന്നു. സുവിശേഷത്തോടും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലുള്ള വളരെ തീഷ്ണമായ ഒരു ഉത്സാഹം, ഒരു സമർപ്പണം കർത്താവിന്റെ ദാസിൽ നിഴലിച്ച് കാണുന്നത് നമുക്ക് ഏവർക്കും ഒരു മാതൃക തന്നെയാണ്. ഇതിനു മുമ്പും ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജീവിത സാക്ഷ്യങ്ങളൊക്കെ നാം കേട്ടതാണ്. അന്ധകാരത്തിന്റെ മധ്യത്തിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് കർത്താവ് വിളിച്ചുകൊണ്ടുവന്ന ജീവിതത്തിൽ എന്തെല്ലാമോ ഒക്കെ ദൈവം നൽകി, ഇത്രത്തോളം ദൈവം ഉയർത്തി ഇതുവരെ ദൈവം കൊണ്ടുവന്ന അനേക കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ കാണുവാനും അനുഭവിച്ചറിയുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി അംഗീകരിക്കുവാനും താനും തന്റെ കുടുംബവും ഒരു മുഖാന്തരമായി തീർന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കും. പ്രിയ കർത്താവിന്റെ ദാസൻ മാത്രമല്ല, പ്രിയ സഹോദരിയും, അവർക്ക് ദൈവം ദാനമായി നൽകിയ 3 കുഞ്ഞുങ്ങളും കർത്താവിന്റെ ശുശ്രൂഷയിൽ തന്നെ വളരെ ദൈവകൃപയോടെ നിൽക്കുന്നു. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കും. എന്നാലും കർത്താവിന്റെ ദാസന്റെ ജീവിതത്തെ ബാധിച്ച ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ശാരീരിക പ്രയാസങ്ങളൊക്കെ കടന്നു വന്നു. ഇന്ന് രാത്രി ആ സാക്ഷ്യം നാം കേൾക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവം എങ്ങനെ വഴി നടത്തി എന്നുള്ളത് നാം കേൾക്കുകയാണ്. അതുപോലെ തന്നെ നാം കേട്ടതുപോലെ സാത്താൻ ഒരിക്കലും നമ്മെ തോൽപ്പിക്കരുത് എന്ന ഹെഡിങ്ങോടുകൂടെ വലിയവനായ ദൈവം ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുകയാണ്. എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കർത്താവിന്റെ ദാസൻ ഈ സമയം തന്റെ ജീവിത സാക്ഷ്യവും ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥനയോട് ക്ഷണിക്കുന്നു. നമുക്കെല്ലാം പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ മാധ്യമത്തിൽ കൂടി ഇവിടെയുള്ള എൻ്റെ കൂട്ടുസൗരന്മാരെ കാണുവാനും അവരോട് സംസാരിക്കാനും ദൈവം തന്ന സന്ദർഭത്തെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വലിയ കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവം എന്നെ നടത്തിയ വഴി ഏറ്റവും വിചിത്രമായ വഴിയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ന് സ്വന്തം അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ എന്ന് പറയാൻ തക്കവണ്ണം എനിക്കൊന്നുമില്ല. ദൈവം തന്നതല്ലാതെ വേറൊന്നും തന്നെ എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടില്ല. കാരണം ഓരോ ഘട്ടത്തിലും എൻ്റെ ജീവിതത്തിൽ ദൈവം പല രീതികളും അല്ലെങ്കിൽ പല വഴികളും ദൈവം തുറന്നു. ഒന്ന് എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചു വളർന്നതെല്ലാം ബഹ്റിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ അവിടെ 15 വയസ്സ് വരെയും ഞാൻ അവിടെയാണ് പഠിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഈ സൂം മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെ വെച്ച് 2 പ്രാവശ്യം മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം എൻ്റെ ജീവിതത്തെ ബാധിച്ചതുകൊണ്ട് എനിക്ക് അവിടെ തുടരുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. അതുകൊണ്ട് മാതാപിതാക്കന്മാര് എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. 91 ഞങ്ങൾ 91 ഞങ്ങൾ തിരികെ നാട്ടിൽ വന്നു. 9ാം ക്ലാസ് ആവർത്തിച്ച് ഞാൻ ഇവിടെ പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 9ഉം 10ഉം ഞാൻ ഇവിടെ കേരളത്തിൽ തന്നെ പഠിച്ച് അതിനുശേഷം തുടർന്നുള്ള പഠനം പടിയായിരുന്നു. എങ്കിലും ദൈവം എന്നെ നടത്തിയ വഴികൾ വിചിത്രം എന്ന് പറയുവാൻ കാരണം, ഞാൻ അവിടെ പഠിച്ചു വളർന്നതെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു. ഞങ്ങൾ അവിടെ അന്ന് കാലത്ത് മലയാളം പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ പഠിക്കേണ്ടതുമില്ലായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം മലയാളം അക്ഷരങ്ങൾ അറിയാവുന്നതല്ലാതെ കൂട്ടി വായിക്കുവാനോ നന്നായിട്ട് സംസാരിക്കുവാനോ ഒരു പ്രാർത്ഥിക്കാൻ പോലും നമുക്കറിയില്ലായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു ഞങ്ങളെല്ലാം ചെയ്തിരുന്നത്. കാരണം സൺഡേ സ്കൂൾ ആ രീതിയിലായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്.
പക്ഷേ ഇവിടെ വൈറ്റ് പ്രദേശത്ത് അല്ലെങ്കിൽ സുശിക്ഷ വേലയ്ക്ക് വേണ്ടി ഞാൻ പൂർണ്ണസമയം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു വലിയൊരു വെല്ലുവിളിയായി തീർന്നു. കാരണം ആ ഭാഷ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ദൈവം എന്നെ സഹായിച്ചു. ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനും വചനം പഠിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് സാവകാശം നൽകി. പക്ഷേ ഇപ്പോഴും ഞാൻ പറയട്ടെ, മോശയ്ക്ക് കിട്ടിയ അതേ അനുഭവമാണ് എൻ്റെ ജീവിതത്തിലും ദൈവം നൽകി തന്നത്. മോശയെ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ദൈവം മരുഭൂമിയിലേക്ക് വിട്ട് ആടുകളെ മേയ്ക്കുവാൻ വിട്ടപ്പോൾ അവന്റെ ഭാഷയും അവന്റെ രീതിയും ഒക്കെ മാറിയത് കൊണ്ട് ഒരു വിക്കുള്ള നാവ് അല്ലെങ്കിൽ തടിച്ച നാവ് എന്ന് പറയത്തക്കവണ്ണം അവന്റെ ഭാഷ നഷ്ടപ്പെട്ടു. ഒരു രാജകീയമായ ഭാഷ ശൈലി അവന് നഷ്ടപ്പെട്ടതുകൊണ്ട് അവന്റെ രാജാവിന്റെ മുന്നിൽ നിൽക്കുവാൻ ഒരു മടിയാണ് താൻ അവിടെ പ്രകടിപ്പിച്ചത്. അതുപോലെ തന്നെ എന്റെ ഭാഷയും നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ വ്യത്യസ്തപ്പെട്ട ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതാണ്, ഞാൻ പഠിച്ചു വളർന്നതെല്ലാം അവിടെയായിരുന്നു, എന്റെ ഭാഷ അതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പം ഞാൻ പറയട്ടെ, അവിടെ വെച്ച് അത്യാവശ്യം ഇംഗ്ലീഷും അത്യാവശ്യം ഹിന്ദിയും എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ആരോടും ആ രീതിയിൽ സംസാരിക്കാനില്ലാത്തത് കൊണ്ട് അതും കൂടെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അതുമില്ല ഇതുമില്ലാത്ത ഒരു സ്ഥിതിയിലാണെങ്കിലും ഞാൻ ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണമാണ്. അല്ലാതെ എന്റെ സ്വന്തം എന്ന് പറയാൻ തക്കവണ്ണം എനിക്കുമില്ല, കഴിവുകളൊന്നും എനിക്കില്ല, എനിക്കൊരു പ്രത്യേകതയുമില്ല. ദൈവം തരുന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉള്ളൂ. ഞാൻ ജനിച്ചു വളർന്ന ഒരു ബ്രദർ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാര് ഒരു ബ്രദർ വിശ്വാസത്തിലായിരുന്നപ്പോഴായിരുന്നു ഞാനും ഈ ലോകത്തിൽ ജനിച്ചത്. എൻ്റെ പിതാവ് ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വിവാഹത്തിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. അതിനുശേഷം ഞാനുണ്ടായ ശേഷമാണ് അവർ ഗൾഫിലേക്ക് അല്ലെങ്കിൽ ബഹറിലേക്ക് യാത്രയായി. അവിടെ ഏകദേശം 15 വർഷം എൻ്റെ പിതാവ് ജോലി ചെയ്തു. പിന്നീട് ഞങ്ങൾ നാട്ടിലായിരുന്നു ജനിച്ചു വളർന്നത്. ആ സമയത്തായിരുന്നു ഞാൻ അവിടെ വെച്ച് ഒരു വീഡിയോസിന് 1987 ഞാൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം നാട്ടിൽ വന്ന് 1995 സ്നാനപ്പെട്ടു. 2000 ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ദൈവം എന്നെ സഹായിച്ച് ഇത്രത്തോളം ദൈവം നടത്തി. 2006 ഞങ്ങളുടെ വിവാഹവും നടന്നു. എൻ്റെ ഭാര്യ, ദൈവം തന്നെ എൻ്റെ ജീവിത പങ്കാളി ബിൻസി എന്നാണ് തൻ്റെ പേര്. താൻ 2003 ബോംബെയിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടി. താനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു. തൻ്റെ കുടുംബം മുഴുവൻ ഒരു സ്ട്രോങ് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു അവർ ആയിരുന്നത്. അവരുടെ താമസിച്ചിരുന്ന ആ പ്രദേശം എന്ന് പറയുന്നത് 99% കത്തോലിക്കർ മാത്രം വസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. അവരുടെ കോൺവെന്റുകളും അവരുടെ അതുപോലെ തന്നെ പള്ളികളും അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു അവർ താമസിച്ചു വന്നിരുന്നത്. വിശ്വാസികളെയും ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സന്ദർഭത്തിൽ അവർ വളർന്നു വന്നെങ്കിലും പിന്നീട് ദൈവം എൻ്റെ മൂത്ത അളിയനെ വിളിച്ചു വേർതിരിച്ചു. അവനെ തന്നെ ദൈവത്തിന്റെ വൈപ്രദേശത്താക്കി വെച്ചിരിക്കുന്നു. താൻ ചിപ്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യമേ പ്രവർത്തിച്ച് അവിടെ ഒരു സഭയുണ്ടായി. തന്റെ പേര് സിഗു സെബാസ്റ്റ്യൻ. കുടുംബമായി അവര് ഇപ്പോൾ കരാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിച്ച് അവിടെയും ഒരു സഭയുണ്ടായി. അങ്ങനെ ആ ചുറ്റുപാടും കൊങ്കൺ പ്രദേശത്ത് അവർ പ്രവർത്തിച്ചു വരുന്നു. രണ്ടാമതായി ആ ഭവനത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നത് എൻ്റെ ഭാര്യയാണ് ബിൻസി. താൻ രക്ഷിക്കപ്പെട്ടു 2003 രക്ഷിക്കപ്പെട്ടു. 2004 സ്നാനപ്പെട്ടു. അതെല്ലാം നോർത്ത് ഇന്ത്യയിൽ വെച്ച് അല്ലെങ്കിൽ ബോംബെയിൽ വെച്ചായിരുന്നു അത് സംഭവിച്ചത്. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് എൻ്റെ കൂടെ സുശേഷ വേലയിലും ആയിരിക്കുന്നു. ദൈവം ഞങ്ങൾ നടത്തിയ വഴികൾ ഓരോ നിമിഷവും നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പറയുവാനുണ്ട്. പക്ഷേ അത് പറഞ്ഞാൽ ഇന്ന് മുഴുവൻ ഇരുന്നാലും അത് തീരുകയില്ല. എൻ്റെ ഭാര്യയുടെ സാക്ഷ്യങ്ങൾ പലവരും കേട്ട് കാണും. പലപ്പോഴും അത് യൂട്യൂബിലും അതുപോലെ തന്നെ ഇതുപോലെ സൂം പ്ലാറ്റ്ഫോമിലും പലവരും അത് ചോദിച്ച് അതൊക്കെ ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്. എങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ദൈവം നടത്തിയ വഴികൾ എപ്പോഴും വിചിത്രമാണ്. ഞാൻ മിനിസ്ട്രിയിൽ ഇറങ്ങിയത് ആദ്യമേ കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷയിൽ കൂടിയാണ്. ചിൽഡ്രൻസ് ക്ലബ്ബുകൾ ഞങ്ങളുടെ ചുറ്റുപാടും ഏകദേശം 6 ഒരാഴ്ചയിൽ 6 നടത്തും. അത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് നടക്കുന്നത്. അന്ന്
ദൈവം അനേക കുട്ടികളെ എൻ്റെ കയ്യിൽ തന്നു. അനേകരെ ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. അന്നത്തെ ആ ബാച്ചിന് ഏകദേശം എനിക്ക് തോന്നിക്കുന്ന ഒരു 10 വർഷത്തോളം ദൈവവചനം പഠിപ്പിക്കുവാൻ നമ്മുടെ ദൈവവചനത്തിലെ പഴയ നിയമം തുടങ്ങി പുതിയ നിയമം വരെയുള്ള പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ പറഞ്ഞു കേൾപ്പിക്കുവാനും അവരുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം ചിലർക്കൊക്കെ ഉണ്ടാകുവാനും, എങ്കിലും അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് വേർപാടിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഒരിക്കൽ അവരുടെ ആ കാലം ശരിയാകുമ്പോൾ, അല്ലെങ്കിൽ ആ സമയം ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവരെ ദൈവം വേർതിരിച്ച് അവൻ തന്റെ ആ മഹത്വമായ വേലയിൽ അവരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ പല ശുശ്രൂഷകളിലും എനിക്ക് പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചു. SBS-ന്റെ ശുശ്രൂഷകളിലും അതുപോലെ തന്നെ YMF-ന്റെ പരസ്യയോഗങ്ങളിലും ഭവന സന്ദർശനങ്ങളിലും എനിക്ക് പങ്കെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. യൂത്ത് റിവൈവൽ എന്ന് പറഞ്ഞ തിരുവല്ല കല്ലിശ്ശേരി ചുറ്റുപാടും നടക്കുന്ന യുവാക്കന്മാർക്ക് വേണ്ടി അന്ന് യുവാക്കന്മാർ തന്നെ ക്രമീകരിച്ച ഒരു ശുശ്രൂഷയിൽ ഞാനും പങ്കാളിത്തം വഹിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ആ ശുശ്രൂഷയിലായിരുന്നു. ഇന്ന് അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചിരുന്ന പല സഹോദരന്മാരും ലോകത്തിന്റെ പല ഭാഗത്തായിരിക്കുന്നു. ഒന്ന് GB ബേബിയാണ്. ഇന്ന് താൻ തമിഴ്നാടിന്റെ പ്രദേശത്ത് അവിടെ യുവാക്കന്മാർക്ക് വേണ്ടി അധ്വാനിച്ചു വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് എബ്രഹാം. താൻ ഇപ്പോൾ US-ലാണ്. അങ്ങനെ മറ്റ് പലവരും പല സ്ഥലങ്ങളിലായിരിക്കുന്നു. എങ്കിലും ഇപ്പോൾ ആ ശുശ്രൂഷ ഇല്ല. എങ്കിലും ആ ഒരു ശുശ്രൂഷയുടെ താല്പര്യത്തിൽ തന്നെ മുമ്പോട്ട് വന്ന വേറൊരു ശുശ്രൂഷയാണ് ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റ് എന്ന് പറയുന്നത്. തിരുവല്ല ചുറ്റുപാടും സുവിശേഷീകരണം നടക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം അറിയിക്കപ്പെടണം എന്നുള്ള താല്പര്യം അന്ന് ഉണ്ടായിരുന്ന യുവാക്കന്മാരുടെ മനസ്സിലുണ്ടായി. അന്ന് അലക്സ് മേൽപ്പാടവും മറ്റ് സഹോദരന്മാരുമായിട്ട് ഞങ്ങൾ അത് പങ്കിട്ടു. അങ്ങനെ അലക്സ് മേൽപ്പാടം എന്ന് പറയുന്ന ആ ദേവദാസന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റ്. അന്ന് ഞങ്ങൾ അന്നത്തെ യുവാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും കൂടെ സഹകരിച്ച് ആദ്യത്തെ ഒരു ഗോസ്പൽ മീറ്റിംഗ് തിരുവല്ല നമ്മുടെ തിരുവല്ല മൈതാനത്തിൽ, അല്ലെങ്കിൽ മുനിസിപ്പൽ മൈതാനത്തിൽ 2005 ഒരു ശുശ്രൂഷ നടന്നു. തുടർന്നും ആ ശുശ്രൂഷ ഇപ്പോഴും നടന്നു വരുന്നു. അനേക മിനി കൺവെൻഷൻസും അതുപോലെ തന്നെ ഹൗസ് വിസിറ്റിങ്ങും പരസ്യങ്ങളും ഒക്കെ നടന്നു വരുന്നു. അതിലും അടിയന് പങ്കെടുക്കുവാൻ ദൈവം സാവകാശം നൽകുന്നു, തന്റെ കൃപ നൽകി തരുന്നു. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾക്ക് ഒരു പ്രെയർ മീറ്റിംഗ് ഉണ്ട്. തിരുവല്ല, കല്ലിശ്ശേരി, കുമ്പനാട് ചുറ്റുപാടും അല്ലെങ്കിൽ പത്തനംതിട്ട തുടങ്ങി വരെ ഉള്ള സഹോദരന്മാർ പലവരും സുവിശേഷന്മാരും സുവിശേഷ തൽപരരും കടന്നു വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സഭകളെ ഓർക്കുവാനും നമ്മുടെ കൂട്ടു സഹോദരന്മാരെ ഓർക്കുവാനും നമ്മുടെ തലമുറയെ ഓർത്ത് കരയുവാനും ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ചെയ്തു വരുന്ന ശുശ്രൂഷകൾ അതൊക്കെയാണ്. ഞങ്ങൾ ചെയ്തു വരുന്ന ഇപ്പോഴത്തെ മെയിൻ മിനിസ്ട്രി എന്ന് പറയുന്നത് തിരുവല്ല ചുറ്റുപാടും നടക്കുന്ന സ്കൂളുകൾ ബേസ് ചെയ്ത് എബ്രഹാം തോമസ് പുല്ലാട് ആരംഭിച്ച സ്കൂൾ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് ഞങ്ങളും സഹകരിച്ചു വരുന്നു. ആ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷകരമായ നിമിഷമാണ്. കാരണം എനിക്ക് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്. കുട്ടികളെ എനിക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് നമുക്ക് കിട്ടുന്ന ഓപ്പണിങ്ങുകൾ അത് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ്. പല മൊത്തം സ്കൂളുകളിൽ പോലും നമുക്ക് സുവിശേഷം അതിന്റെ തന്മയിൽ പറയുവാൻ ദൈവം സഹായിക്കുന്നു. നമ്മൾ സാധാരണ VBS നടത്തുന്നത് പോലെ വാക്യം പഠിപ്പിക്കുവാനും പാട്ടുകൾ പഠിപ്പിക്കുവാനും ദൈവവചനത്തിൽ നിന്നുള്ള ആ സംഭവങ്ങൾ അതിന്റെ തനിമയിൽ അറിയിക്കുവാനും അതിൽ സുവിശേഷം അതിന്റെ തനിമയിൽ തന്നെ അല്പം പോലും കുറവില്ലാതെ തന്നെ സുവിശേഷം അതിന്റെ ക്ലാരിറ്റിയിൽ തന്നെ പറയുവാനും ദൈവം സാവകാശം നൽകി തരുന്നു. പ്രത്യേകിച്ച് ആ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റൊരു ശുശ്രൂഷയാണ് ബാക്ക് ടു ദ ബൈബിൾ ബേസിക്സ് എന്ന ശുശ്രൂഷ. നമ്മുടെ കോവിഡിന്റെ സമയത്ത് അത് സജീവമായി നടന്നു വന്നു. എങ്കിലും ഇപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് ചുരുക്കമായി ചെറിയ ബൈബിൾ സ്റ്റഡികൾ അപ്ലോഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ആ ശുശ്രൂഷയും പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക. പുല്ലാട് എബ്രഹാം തോമസ് ബ്രദറിന്റെ കൂടെ നടക്കുന്ന CEM മിനിസ്ട്രിയിലും ഞങ്ങൾ അവരെ കൂടെ സമയം കിട്ടുന്നതനുസരിച്ച് സഹകരിച്ചു വരുന്നു. ഇതാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന മിനിസ്ട്രികൾ. ഞങ്ങളുടെ സഭയോട് ബന്ധപ്പെട്ട് ഉള്ള ബൈബിൾ സ്റ്റഡികളും കാര്യങ്ങളും ക്രമീകരിച്ചു വരുന്നു. പലയിടത്തും ചുരുക്കമായ ബൈബിൾ സ്റ്റഡികൾ എടുക്കുവാനും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. തുടർന്നും അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ കുടുംബമായി
ഈ ശുശ്രൂഷകളെല്ലാം ഞങ്ങൾ കുടുംബമായാണ് ചെയ്തു വരുന്നത്. ഞങ്ങളുടെ മൂത്ത മകൻ ഇപ്പോൾ അവനിപ്പോൾ 16 വയസ്സായിരിക്കുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ 11 വയസ്സും മൂന്നാമത്തെ മകൻ അവന് 8 വയസ്സുമായിരിക്കുന്നു. അവരെല്ലാം തന്നെ ഈ ശുശ്രൂഷയിൽ ഞങ്ങളുടെ കൂടെ സഹകരിച്ചു വരുന്നു. മൂത്ത മകൻ ആൻഡ്രൂ താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞങ്ങളുടെ സഭയിൽ ഒരു അംഗമായി ഞങ്ങളുടെ കൂടെ സജീവമായി ശുശ്രൂഷയിലായിരിക്കുന്നു. അവനെ തുടർന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. അവന്റെ ഭാവി, അവന്റെ പഠനം, അവനെ പ്രത്യേകിച്ച് ദൈവകാര്യങ്ങൾ സമർപ്പിക്കാൻ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ദൈവം ഞങ്ങൾക്ക് 3 ആൺകുഞ്ഞുങ്ങളെയാണ് തന്നിരിക്കുന്നത്. ഇവർ 3 പേരും ദൈവത്തിന്റെ വചനത്തിൽ സത്മാനിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരെ ദൈവകാര്യങ്ങൾ നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. കാരണം പൗലോസ് പറയുന്നത് പോലെ സാത്താൻ ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ട് എന്നുള്ള ആ വാക്ക് ഇന്ന് എൻ്റെ മക്കളെ കുറിച്ചും എനിക്കുണ്ട്. കാരണം ഞാൻ എത്രമാത്രം അവർക്ക് വേണ്ടി അധ്വാനിച്ചാലും ഈ ലോകത്തിന്റെ രീതി അതാണ്. നമുക്ക് ആർക്കും അവരെ ആരെയും പിടിക്കുവാൻ സാധിക്കത്തില്ല. എങ്കിലും ദൈവം അവരെ ദൈവത്തിന്റെ കരങ്ങളിൽ സൂക്ഷിച്ചാൽ ആർക്കും അതിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് അവരെ പിടിച്ചുകൊണ്ടുപോകാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ വിഷയം അത് തന്നെയാണല്ലോ, സാത്താൻ നമ്മളെ വഞ്ചിക്കരുത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമുക്ക് ഇന്നത്തെ ചുരുക്കമായ ദൈവവചനത്തിന്റെ ആ ഭാഗത്തേക്ക് നമുക്ക് തിരിയാം. നമ്മൾ ഇന്ന് സന്തോഷ സമയം ഓർപ്പിച്ച പോലെ 2 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യമാണ്, ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്നത്തെ ചിന്ത ബേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനോട് ആദ്യമായി നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. നാം അറിയാതിരിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു സംഭവത്തെ ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പൗലോസ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു, നിങ്ങൾ അറിയാത്ത ഒരു കാര്യമല്ല, അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ് നമ്മൾ അറിയുന്ന കാര്യം? സാത്താന്റെ തന്ത്രങ്ങൾ. സാത്താന്റെ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് തന്ത്രം ഒന്നല്ല, അനേക തന്ത്രങ്ങളാണ്. താൻ അനേക തന്ത്രങ്ങൾ മാറി മാറി നമ്മുടെ അടുക്കൽ അയക്കുന്നുണ്ട്. ആ തന്ത്രങ്ങളിൽ നമ്മൾ വീണു പോകുന്നത്. പക്ഷെ അവൻ എന്താണ് നമ്മുടെ അടുക്കൽ അയക്കുന്ന തന്ത്രങ്ങൾ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ എതിരെ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3, 4, 5 അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ അനേക തന്ത്രങ്ങൾ അന്നത്തെ കാലത്ത് സാത്താൻ അന്നത്തെ ജനത്തിന്റെ എതിരെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ മനുഷ്യനായ ആദാമും തന്റെ ഭാര്യയായ ഹവ്വയും എങ്ങനെ ചതിച്ചു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഉപയോഗിച്ച തന്ത്രങ്ങൾ അനേകമാണ്. അതുപോലെ തന്നെ പിന്നെ തന്റെ മകനായ കൈന്റെ പുറത്ത്, അല്ലെങ്കിൽ കൈന്റെ മേൽ ഉപയോഗിച്ച തന്ത്രം, അത് തന്റെ ഇളയ ജ്യേഷ്ഠനായ ഹാബേലിനെ കൊല്ലുവാൻ ഒരു കാരണമായി തീർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് നോഹയുടെ കാലത്ത് ജനത്തെ ചതിച്ച ആ സാത്താൻ ജലപ്രളയത്താൽ ദൈവം മനുഷ്യനെ നശിപ്പിക്കേണ്ട ആ അവസ്ഥ വരെ വന്ന ആ ഗതികൾ നമുക്ക് നന്നായി അറിയാം. എങ്കിലും നമുക്ക് നമ്മുടെ ഇന്നത്തെ ചിന്ത ഈ ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. സാത്താൻ നമ്മളെ ആരെയും തന്ത്രത്തിൽ ചതിക്കുവാൻ പാടില്ല. നമുക്ക് ഇന്ന് ഒരു ഭാഗം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ്. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വതജാതിന്മേലും സകല ഭൂജന ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഓക്കെ, ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി തീർക്കുമ്പോൾ ദൈവം എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവം 2 പ്രത്യേക സൃഷ്ടികളെയാണ് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 1, ദൈവം ഒരു തോട്ടമുണ്ടാക്കുന്നു. 2, ദൈവം അവിടെ ഒരു മനുഷ്യന് ഒരു കുടുംബം നൽകി കൊടുക്കുന്നു. അപ്പോൾ തോട്ടവും ഒരു കുടുംബവും
ഇത് രണ്ടുമാണ് ദൈവത്തിന്റെ ഈ സൃഷ്ടിയെക്കുറിച്ച് നമുക്കവിടെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ തോട്ടത്തെക്കുറിച്ച് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ വചനം എന്താ പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, തോട്ടം അത് തോട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ തോട്ടത്തിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു തോട്ടമാണ്. അവിടെ ഫലവൃക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഫലവൃക്ഷങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിന് തൊട്ട് മുൻപായിട്ട്, അല്ലെങ്കിൽ 4-ാം ദിവസം ദൈവം ഭൂമിയിൽ മൂന്നാം ദിവസം ദൈവം ഭൂമിയിൽ പല വൃക്ഷങ്ങളും സസ്യങ്ങളെയും ദൈവം അവിടെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ, അല്ലെങ്കിൽ ഏതും തോട്ടത്തിൽ ദൈവം അവിടെ വൃക്ഷങ്ങളെ സൃഷ്ടിക്കുന്നത് കാണാൻ സാധിക്കുന്നു. നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ ദൈവം അവിടെ വൃക്ഷങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. മറ്റ് പല സസ്യങ്ങളെയും ദൈവം സൃഷ്ടിച്ചെങ്കിലും ദൈവം പറയുന്നത് ആ തോട്ടത്തിൽ വൃക്ഷങ്ങളാണ് ദൈവം അവിടെ സൃഷ്ടിച്ചതായിട്ട് പറയുന്നത്. ആ വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കാണുവാൻ ഭംഗിയുള്ളതും തിന്നുവാൻ ഗുണമുള്ള വൃക്ഷങ്ങളാണ്, അല്ലെങ്കിൽ തിന്നുവാൻ രുചിയുള്ള ഫലങ്ങളുള്ള വൃക്ഷങ്ങളാണ് അവിടെ ഏതെൻ തോട്ടത്തിൽ ദൈവം അവിടെ സൃഷ്ടിച്ച് ആക്കി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രത്യേകത അത് മനുഷ്യന് ഗുണമുള്ളത് മാത്രമാണ് ദൈവം മനുഷ്യന് കൊടുക്കുന്നത്. ദൈവം ആ തോട്ടത്തിൽ അങ്ങനത്തെ ഒരു വൃക്ഷം വെക്കുമ്പോൾ തന്നെ ആ തോട്ടത്തിൽ ദൈവം ആക്കി തീർക്കുന്ന ഒരു പ്രത്യേകത മനുഷ്യനെ മാത്രമാണ്. മനുഷ്യനെയും തന്റെ ഭാര്യയും അതുപോലെ തന്നെ ദൈവം പറഞ്ഞ ഇപ്പോൾ വായിച്ച നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി അവരുടെ സന്തതി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ സന്തതിയും പിന്നെ ദൈവവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അക്കമിട്ട് പറഞ്ഞാൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് എന്നെ കൊടുത്ത്, 2-ാം സ്ഥാനം ആദാമനും പിന്നെ ഹൗവയും തന്റെ മക്കളും അല്ലെങ്കിൽ സന്തതികളുമാണ് ആ ഒരു തോട്ടത്തിൽ നിറയേണ്ടത്. പക്ഷേ നമ്മൾ ദുഃഖം എന്ന് പറയട്ടെ, നമുക്കറിയാം ഈ ആദാമും ഹൗവയുടെയും വീഴ്ചയ്ക്ക് ശേഷം അവർക്കുണ്ടായ പരാജയം എത്ര വലുതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവര് അവിടെ നിറയേണ്ടതിന് പകരമായി അവിടെ നിറയേണ്ടതിന് പകരമായി അവർ തോട്ടത്തിന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ. പക്ഷേ ഈ 2-ാം അധ്യായത്തെക്കുറിച്ച് യഹൂദ റബിമാർ പറയുന്ന ഒരു വാക്കുണ്ട്. ശലോമിന്റെ ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഒരു ചിത്രമാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ആദാമും ഹൗവയും ദൈവവും തനിയെ ആ തോട്ടത്തിൽ, അവിടെ തന്റെ സൃഷ്ടികൾ ഒന്നും തന്നെ വേറെ സൃഷ്ടികൾ എന്ന് പറഞ്ഞ വൃക്ഷങ്ങളല്ലാതെ വേറൊരു സൃഷ്ടികളും അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. നമുക്ക് അവിടെ നോക്കുമ്പോൾ നമുക്ക് വൃക്ഷങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ദൈവം അവിടെ സൃഷ്ടിച്ചതായിട്ട് വേറൊരു മൃഗങ്ങളെയും അവിടെ കയറ്റുന്നതായിട്ട് പറയുന്നില്ല. നമ്മൾ ഒരു മൃഗം മാത്രമേ അവിടെ കയറിയിട്ടുള്ളൂ, അത് സർപ്പമാണ്. അപ്പോൾ ഈ സർപ്പം കയറിയത് കൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷേ ദൈവം ദൈവവും മനുഷ്യനും തന്റെ ഭാര്യയും അവിടെ അവരെ 3 പേരെയും മാത്രമാണ് ആ തോട്ടത്തിലാക്കി വെച്ചിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ പറയാം, അവിടെ ഒരു വേർപാടിന്റെ ചിത്രം കാണുവാൻ സാധിക്കും. ദൈവം മനുഷ്യനെ തന്റെ സൃഷ്ടിയിൽ നിന്ന് വേർപെട്ട് ഒരു അവസ്ഥയിൽ ആക്കി തീർക്കുവാൻ ആഗ്രഹിച്ചു. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ഒരു ഭവനമല്ല പണിത് കൊടുത്തത്, പക്ഷെ അവനൊരു തോട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത്. നീ ആ തോട്ടത്തിൽ വേല ചെയ്യണം, കൃഷി ചെയ്യണം, നീ അതിനെ ഫലപുഷ്ടിയാവുള്ളതാക്കി തീർക്കും. അവിടെ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ഓക്കെ, അവിടെ നമ്മൾ വായിച്ചത് യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനാക്കി. ആദ്യത്തെ കാര്യം എന്താണ്? വേല ചെയ്യുക. ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചത് he put him there to cultivate. അവനെ കൃഷി ചെയ്യുവാനാണ് അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. എന്താണ് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, കൃഷി ചെയ്യുന്ന കാര്യം നമ്മളെല്ലാവരും പല രീതിയിലുള്ള കൃഷികൾ, ചെറിയതും വലുതുമായ കൃഷികൾ നമ്മൾ ചെയ്യുന്നവരാണ്. അപ്പൊ ഈ കൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥലത്തുള്ള എന്ത് കൃഷി ഉണ്ടോ ആ കൃഷിയെ നിലനിർത്തി കൊണ്ടുപോവുക. ഇവിടെ കാണാൻ സാധിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം നട്ട ആ തോട്ടത്തിൽ, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ആ തോട്ടത്തിന്റെ പ്രത്യേകത ഫലപുഷ്ടിയുള്ള അല്ലെങ്കിൽ പഴങ്ങൾ നിറഞ്ഞ മരങ്ങളാണ്, അല്ലെങ്കിൽ പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളാണ് ആ
ആ പ്രദേശത്ത് നമുക്ക് ദൈവം അവിടെ വെച്ചത്. ആ ആക്കി വെച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ അല്പം പോലും ഗുണം കുറയാതെ, അതിന്റെ ക്വാളിറ്റി കുറയാതെ, അതിന്റെ ഫലത്തിന്റെ എണ്ണം കുറയാതെ അതിനെ പുലർത്തി കൊണ്ടുപോകണം. ദൈവം എന്ത് കൊടുത്തുവോ അതിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം മനുഷ്യന് നൽകി കൊടുത്തു. രണ്ടാമത് കൃഷി ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ വിത്തുകൾ അതിനെ പിന്നെയും കുഴിച്ചിട്ട് ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കുക. നമ്മുടെ ജീവിതത്തിലും ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഗലാത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മാവിനെ നൽകി തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആത്മാവിന്റെ ഫലം നമുക്ക് പുറപ്പെടുപ്പിക്കാൻ സാധിക്കും. ആത്മാവിന്റെ ഫലം ആത്മാവിലുള്ളതാണ്, നമ്മളിലുള്ളതല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ആത്മാവിന്റെ ഫലവും അതുപോലെ കൃപാവരങ്ങളും. നമുക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ അല്പം ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് വർദ്ധിക്കുന്നത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാൽ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് സ്നേഹം, സന്തോഷം, സമാധാനം, വിശ്വസ്തത, സൗമ്യത, അങ്ങനെ 9 ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് നൽകി തരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിയായ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. എങ്കിൽ ആ വ്യക്തി, ആ പുതിയ സൃഷ്ടി ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. ആ കാര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം. അതിൽ അല്പം പോലും കുറവുണ്ടാകരുത്. നമ്മൾ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചാൽ, നമ്മുടെ മനസ്സിലൊന്ന് നമ്മൾ തിരികെ ഒന്ന് ഓടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ചില ദിവസങ്ങളും മാസങ്ങളും അല്ലെങ്കിൽ വർഷങ്ങളും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്കുണ്ടായ സ്നേഹം, നമ്മുടെ സഹോദരന്മാരോട് നമ്മൾ കാണിച്ചിരുന്ന സ്നേഹം, നമ്മുടെ സഹോദരന്മാരോട് നമ്മൾ കാണിച്ചിരിക്കുന്ന ക്ഷമ, നമ്മുടെ സഹോദരന്മാരോട് നമ്മൾ കാണിച്ചിരിക്കുന്ന പരോപകാരം, അങ്ങനത്തെ അന്ന് നമ്മുടെ മനസ്സിലുണ്ടായ ഇന്ദ്രിയജീവം, ഇതെല്ലാം തന്നെ ഒരു വ്യത്യസ്തപ്പെട്ട ഒരു അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പറ്റിയിരിക്കുന്ന പരാജയം എന്ന് പറഞ്ഞാൽ ആദാമിനും ഹൗവയ്ക്കും പറ്റിയ അതേ പരാജയം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തില്ല, അതിന് വേണ്ട രീതിയിൽ കൃഷി ചെയ്തില്ല. ആ കൾട്ടിവേറ്റ് അല്ലെങ്കിൽ കൃഷി ചെയ്യുക, അവിടെ വേല ചെയ്യുക, നമ്മൾ അത് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് മനുഷ്യ ജീവിതത്തിൽ എല്ലാം തന്നെ ആ പരാജയം നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും കൃഷി ചെയ്യുന്നവരുടെ ജീവിതത്തിൽ, ആ ആത്മാവിനെ വളർത്തുന്നവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്വഭാവങ്ങൾ, ഈ 9 സ്വഭാവങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സാത്താൻ പലപ്പോഴും ഈ സ്വഭാവങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ, നമ്മളെ ആ പ്രവൃത്തിയിൽ നിന്ന് മാറ്റുവാൻ നോക്കുമ്പോൾ, നമ്മൾ ചെയ്യേണ്ടത് ദൈവം തന്നിരിക്കുന്ന ഈ സ്വഭാവങ്ങളെ നിലനിർത്തിക്കൊണ്ടുക. രണ്ടാമത് നമുക്ക് കണ്ടത്, ഈ വൃക്ഷങ്ങൾ ഉണ്ടാകുന്ന ആ ഫലത്തിൽ നിന്ന് കിട്ടുന്ന ആ വിത്തുകൾ നമ്മൾ പാകി പുതിയ വൃക്ഷങ്ങളെ മുളപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലും ഇതേ കാര്യം ചെയ്യുവാൻ ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു ഉപമ പറയുന്നുണ്ട്, താലന്തുകളുടെ ഉപമ. ദൈവം പറഞ്ഞു, ഒരു മനുഷ്യന് 5 താലന്ത് കൊടുത്തു, വേറൊരു മനുഷ്യന് 5 താലന്ത് ഒരു മനുഷ്യന് 5 താലന്ത് കൊടുത്തു, മറ്റൊരു മനുഷ്യന് 2 താലന്ത് കൊടുത്തു, അവസാനത്തെ ഒരു വ്യക്തിക്ക് 1 കൊടുത്തു. ആ താലന്തിന്റെ ഉപമയിൽ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുകളും കൃപാവരങ്ങളും നൽകുന്നു. ആ കൃപാവരങ്ങളും കഴിവുകളും സന്ദർഭങ്ങളും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് വളർത്തിക്കൊണ്ടുവരണം എന്നാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ, ഇതെല്ലാം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. ഈ 5 കിട്ടിയവൻ അത് എന്ത് ചെയ്തു? അത് 10 ആക്കി. അവൻ ഇരട്ടിച്ചു. അത് 2 കിട്ടിയവൻ എന്ത് ചെയ്തു? അത് 4 ആക്കി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഏതൻ തോട്ടം നമുക്ക് 1 തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ 2 ആക്കുവാനോ 4 ആക്കുവാനോ നമുക്ക് സാധിക്കണം.
നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന സമാധാനം അത് വർദ്ധിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും അത് കൈമാറുവാൻ ദൈവം നമ്മളെ സഹായിക്കും. പക്ഷെ നമുക്കതിന് മനസ്സുണ്ടാകും. നമുക്ക് നമ്മുടെ അയൽവക്കത്ത് ഉള്ളവർക്ക് ഈ സമാധാനം പകരുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ സമാധാനം പകരുവാൻ സാധിക്കണം. ഇതെല്ലാം സാധിക്കുന്ന ഒരേ ഒരു വഴിയുള്ളൂ, സുവിശേഷത്തിൽ കൂടി. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകണം. നമ്മൾ കർത്താവിന്റെ സാക്ഷികളാകുമ്പോൾ ഈ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവം തന്നിരിക്കുന്ന ആ എല്ലാം തന്നെ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോ വിത്തുകൾ കുഴിച്ചിട്ട് അത് പുതിയ മുളകൾ മുളപ്പിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയയിൽ നമ്മൾ ഏർപ്പെടുന്നു. പൗലോസ് പറയുന്നു, ഒരാള് നട്ടു, വേറൊരാള് നനച്ചു, പക്ഷേ അത് വളർത്തുമാറാക്കുന്നത് ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളും ആ നടുവാൻ നമ്മൾ ഉപയോഗിക്കണം. ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ അതെല്ലാം നട്ട് മറ്റ് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടണം. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ദുർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ആദാം ഹൗവയുടെ ജീവിതത്തിൽ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ആ ഒരു വൃക്ഷം പോലും അവിടെ മുളപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. തുടർന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ തോട്ടം കൃഷി ചെയ്യുക എന്ന് മാത്രമല്ല, അതിനെ കാക്കുവാനും ആക്കി വെച്ചിരിക്കുന്നു. കാക്കുക. ഹൗവയോടാണ് സാത്താൻ അവിടെ സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാത്താനും ഹൗവയായിട്ടുള്ള സംഭാഷണം അവിടെ കാണുന്നു. പക്ഷേ നമ്മളൊരു ബൈബിളിനെ കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഒരു സംഭവത്തിന്റെ ഒരു ദീർഘമായ ഒരു വിവരണമല്ല, ഒരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ദൈവം നമ്മളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച ഒരു ഭാഗമാണ് ദൈവവചനം. അതൊരു ചരിത്ര പുസ്തകമല്ല. ചരിത്ര പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാൻ സാധിക്കും. ഒരു ചരിത്രം അതിന്റെ എല്ലാ മെയിൻ ഭാഗങ്ങളും അതിൽ ഉൾക്കൊള്ളും. പക്ഷേ ഇവിടെ അത് കാണുന്നില്ല. നമ്മൾ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സാത്താനും ഹൗവയും തമ്മിലുള്ള സംഭാഷണം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ അടുക്കൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കുകയില്ല. അത് തന്നെയായിരുന്നു, അതേ സ്വഭാവം തന്നെയായിരുന്നു ഹൗവ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവയോട് അനേക മണിക്കൂറുകൾ സംസാരിച്ചാണ് ഹൗവയെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് പല ദേവദാസന്മാരും അല്ലെങ്കിൽ വേദപണ്ഡിതാക്കന്മാരും ആ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. സാത്താൻ പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു മാറ്റം വരുത്തുകയില്ല. അത് സമയമെടുത്താണ് മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളും സമയമെടുത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ കാപ്പാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാക്കാതെ പോയാൽ, അതിനെ സെക്യൂർ ചെയ്യാതെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പരാജയമാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. ഹൗവയുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ആ തോട്ടത്തിൽ മനുഷ്യനാക്കിയപ്പോൾ വേറൊരു മൃഗം അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. വൃക്ഷങ്ങളും ആദാമും മാത്രമായിരുന്നു, പിന്നെ ദൈവവും മാത്രമായിരുന്നു ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. ആദാം തനിയായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് ദൈവം ഹൗവയെ ഉണ്ടാക്കി ആദാമിന് കൊടുത്തു. അപ്പോൾ മൂന്നാമത്തെ ഒരു വ്യക്തിത്വം അവിടെ രംഗപ്രവേശം ചെയ്യുന്നത് ഹൗവയാണ്. പിന്നീട് നാലാമത്തെ ഒരു വ്യക്തിത്വം അവിടെ പ്രവേശനം ചെയ്യുന്നതാണ് പാമ്പിന്റെ രൂപത്തിൽ സാത്താൻ അവിടെ പ്രവേശിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹൗവ നന്നായി അറിയാമായിരുന്നു ഈ തോട്ടത്തിൽ വേറെ ആരുമില്ല, വേറെ ഒന്നിനും കയറുവാൻ അവകാശമില്ല, ദൈവവും അവരുമല്ലാതെ വേറെ ആർക്കും ഇതിൽ കയറാൻ അവകാശമില്ല എന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് ഹൗവ ഒരിക്കലും ആദാമിനോട് ഈ കാര്യം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് നമുക്കറിയുന്നില്ല. എന്തായാലും
ഞാൻ പറഞ്ഞത് ഇതൊരു വിവരണമല്ലാത്തത് കൊണ്ട് അത് പറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കറിയുന്നില്ല. എങ്കിലും നമുക്കൊരു കാര്യം അറിയാം, അനേകം മണിക്കൂർ ഈ സ്ത്രീ ആ പാമ്പിനോട് സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിനക്ക് ഇവിടെ കയറുവാൻ അവകാശമില്ല എന്ന് പറയുവാൻ ഉള്ള സാവകാശം തനിക്കുണ്ടായിരുന്നു, പക്ഷെ താൻ ചെയ്തില്ല. ആ സമയം തന്നെ ഈ പാമ്പിനെ കണ്ടപ്പോൾ തന്നെ തനിക്ക് തന്റെ ഭർത്താവിനോട് പറയാമായിരുന്നു, ഈ പാമ്പ് ഇവിടെ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാമായിരുന്നു. പക്ഷെ അത് അറിയിച്ചതായിട്ടും നമുക്ക് ദൈവവചനം നമ്മളെ കാണിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കാക്കേണ്ട കാര്യം അവർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം നാം കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ സാത്താൻ കയറുന്ന ചില ഭാഗങ്ങളുണ്ട്. ഒന്ന്, അതിർത്തികൾ. നമ്മുടെ അതിർത്തികൾ പലതും കാക്കാതെ പോയാൽ സാത്താൻ അതിൽ കൂടെ കയറി നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ അനേക കാര്യങ്ങളും നമ്മുടെ അതിർത്തികൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദാമിനെ ഹവ്വയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഉപയോഗിച്ച ഒരു പ്രയോഗമുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ച് കേൾക്കുന്നത് നല്ലതായിരിക്കും. എന്തിനാണ് ദൈവം ഹവ്വയെ ഉണ്ടാക്കിയത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. 18-ാമത്തെ വാക്യം, 2:18. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്യുന്നു. അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അനന്തരം യഹോവയായ ദൈവം മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു. ദൈവം ആദാമിന്റെ ഏകാന്തത കണ്ടു എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനെ കുറിച്ച് നോക്കിയപ്പോൾ താൻ ഏകനാണ്, ബാക്കി എല്ലാ മൃഗങ്ങളും ഈ രണ്ട് വിധമാണ് സൃഷ്ടിക്കപ്പെട്ടത്, ആണ് പെണ്ണുമായിട്ട്. പക്ഷേ മനുഷ്യൻ മാത്രം ഏകനാണ്. അവൻ ദൈവത്തിന്റെ കൂടെ നടക്കുന്നുവെങ്കിലും അവന്റെ ഏകാന്തത ദൈവം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവന്റെ ഏകാന്തത മാറുവാനും, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, ഞാൻ അവന് തക്കതായ തുണ, ഇംഗ്ലീഷിൽ വായിച്ചാൽ നമുക്കാണ് ഹെൽപ്പർ, ഒരു സഹായി. അപ്പോൾ എന്തിനാണ് ദൈവം സ്ത്രീയെ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ഒരു തന്റെ ഏകാന്തത മാറ്റുവാനും തന്നെ സഹായിക്കുവാൻ വേണ്ടി ഒരു തുണയും. ഈ രണ്ട് കാര്യത്തിലാണ് ദൈവം ഒരു സ്ത്രീയെ ഉണ്ടാക്കി ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ സൃഷ്ടിയുടെ രണ്ട് സൃഷ്ടി, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ ദൈവത്തിന്റെ രണ്ട് സൃഷ്ടികൾ എന്ന് പറയുന്ന, ഒന്ന് ദൈവത്തിന്റെ തോട്ടവും മറ്റേത് കുടുംബവുമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ കുടുംബത്തിന്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനെ ആ കുടുംബത്തിന്റെ തലവനായി ആക്കി വെച്ചു. ദൈവം അതിൽ ഒന്നാമനാണെങ്കിൽ മനുഷ്യൻ രണ്ടാമനും മൂന്നാമത് സ്ത്രീയും ആക്കി വെച്ചു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവന്റെ ഏകാന്തത കണ്ട ദൈവം എന്ത് ചെയ്യുന്നു? അവന് ഏകാന്തത മാറുവാനും അവന് ഒരു തക്ക തുണയും ഒരു സഹായമായി തീരുവാൻ വേണ്ടി ഹവ്വയെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ഈ ഒരു കൂട്ടായ്മയിലും അവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഹവ്വ തന്റെ തക്ക തുണയായ ആ ഭർത്താവിനോട്, അല്ലെങ്കിൽ തുണയാകേണ്ട ആ ഭർത്താവിനോട് പറയേണ്ട കാര്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ സഹായിക്കേണ്ട ഭർത്താവിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ തോട്ടം നോക്കുക, കാക്കുക. പക്ഷേ ആ കാക്കേണ്ട ജോലിയിൽ ഹവ്വ അതിനൊരു സഹായമായി തീർന്നില്ല. ആ സഹായമായി തീരാത്തത് കൊണ്ടാണ് പാമ്പ് അവിടെ കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുടുംബത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ നമ്മുടെ പല കാര്യങ്ങളും അന്യോന്യം തുറന്നു പറയേണ്ട ഒരു സന്ദർഭമുണ്ട്. സാത്താൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കയറുന്ന ഒരു വഴിയാണ് തുറന്നു പറയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. ആ തുറന്നു പറയാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ അത് മൂടി വെക്കുമ്പോൾ മറ്റുള്ള സന്ദർഭങ്ങളിൽ അവരറിയേണ്ട ഒരു സന്ദർഭം വന്നാൽ, നമ്മുടെ ജീവിത പങ്കാളി അറിയേണ്ട ഒരു സന്ദർഭം വന്നാൽ, അത് പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ചെന്നെത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടും നമ്മുടെ ജീവിത പങ്കാളിയോടും ഒന്നും മറച്ചു വെക്കരുത്. മറച്ചു വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലേക്കും നയിക്കും. കാരണം സാത്താന്റെ ഒരു പ്രത്യേകത, സാത്താൻ സർവജ്ഞാനിയല്ല, പക്ഷേ സാത്താൻ എല്ലാം കാണുന്നവൻ.
എല്ലാം അറിയുന്നവൻ. കാരണം അവന് അവന്റെ മാധ്യമങ്ങൾ അനേകമുണ്ട്, അവന് സഹായികൾ അനേകമുണ്ട്. ആ സഹായി അവരെ അറിയിക്കേണ്ടത് അവനെ അറിയിച്ചു, പ്രവർത്തിക്കേണ്ടത് അവരെ അറിയിച്ച് അവരിൽ കൂടി പ്രവർത്തിച്ചു. നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്. സാത്താൻ സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവശക്തനുമല്ല, പക്ഷേ നമ്മളെക്കാളും ജ്ഞാനിയും കഴിവുള്ളവനും ആണ്. അതുകൊണ്ട് അവന്റെ മാധ്യമങ്ങളും അവന്റെ സഹായികളെയും അവൻ ഉപയോഗിച്ച് പലപ്പോഴും നമ്മളുടെ സ്വഭാവവും നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളും ഒക്കെ നന്നായി അറിയുവാൻ സാധിക്കും. നമ്മുടെ ചിന്തകൾ അറിയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പക്ഷേ എൻ്റെ ഒരു ചിന്തയനുസരിച്ച് നമ്മുടെ ചിന്തകൾ അവൻ അറിയുവാൻ സാധിക്കത്തില്ല. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി അവന് നന്നായി അറിയാം. നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന അതിൽ കൂടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ അതിർത്തികൾ അവൻ അറിയുന്നത് അതിൽ കൂടിയാണ്. നമ്മുടെ സ്വഭാവത്തിൽ കൂടി, നമ്മുടെ പ്രവൃത്തിയിൽ കൂടി, നമ്മുടെ സംസാരത്തിൽ കൂടി, നമ്മുടെ ഇടപെടലിൽ കൂടി നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നുവോ അതിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി സാത്താൻ നമ്മളെ അന്വേഷിക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കും. ഹവ്വയുടെ ജീവിതത്തിൽ താൻ ഒരു സഹായി എന്നുള്ള രീതിയിൽ ആകേണ്ടതിന് പകരം തന്റെ ജീവിതത്തിൽ ആ സഹായിയുടെ പ്രവൃത്തി ഇല്ലാതെ പോയത് കൊണ്ടാണ് സാത്താന് തന്നെ ആ തോട്ടത്തിൽ നിലനിൽക്കേണ്ടി വന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, സാത്താൻ ആ തോട്ടത്തിൽ കയറിയത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവം അതിൽ കയറുവാൻ അനുവദിക്കാത്തവൻ ആ തോട്ടത്തിൽ കയറിയത് കൊണ്ട് ദൈവം അനുവദിച്ചവൻ ആ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമുക്ക് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങളും പലതും നഷ്ടപ്പെടേണ്ട ഒരു സന്ദർഭം ഇതുപോലെ ഇരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി പല കാര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കാതെ പോയി കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വഴിയിൽ കൂടി നമ്മൾ ചലിക്കാതെ പോയാൽ, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മൾ ചെയ്യാതെ പോയാൽ, നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പരാജയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പല ഗുണങ്ങളും നമുക്ക് നഷ്ടപ്പെടും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ദൈവം അവരോട് സന്താനപുഷ്ടിയുള്ളവരായി വളരുവാൻ പറയുമ്പോൾ അവിടെ ദൈവം ഉദ്ദേശിച്ചതായി നിഷ്കളങ്കരായ, ശുദ്ധരായ, അതുപോലെ തന്നെ ഭക്തരായ ഒരു തലമുറയെ ദൈവം വാർത്തെടുക്കുവാൻ ദൈവം അവരെ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ മാനസാന്തരമുള്ള ഒരു മനസ്സില്ലാതെയും പോയതുകൊണ്ട് അവരെ ദൈവം ഇത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് അവർക്ക് ഉണ്ടായ സന്താനം എങ്ങനെ ഉണ്ടായി അതൊന്ന് ശ്രദ്ധിച്ചു. പാപത്താൽ കളങ്കിതമായ ഒരു തലമുറ, അശുദ്ധമായ ഒരു തലമുറ എന്ന് പറയുന്നത്, അഭക്തരായ ഒരു കൂട്ടവും ആണ് പിന്നീട് ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാമും ദൈവവും തമ്മിലുള്ള ബന്ധം? നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ, നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോയാൽ, നമ്മുടെ തലമുറകളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. നമ്മൾ അനേക ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ കാണുവാൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കൂട്ടു സഹോദരന്മാരുടെ ജീവിതത്തിൽ വന്ന പരാജയം മുഖാന്തരം അവരുടെ തലമുറകൾക്കുണ്ടായ പരാജയം നമുക്കെല്ലാം നന്നായി അറിയാം. നമ്മൾ അവരെ വിധിക്കേണ്ടവരല്ല, പക്ഷേ അവരുടെ ജീവിതത്തെ കണ്ട് നമ്മൾ പഠിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെയല്ല ആയിരിക്കും, പക്ഷേ മറ്റു പല വീഴ്ചകളും അല്ലെങ്കിൽ പിന്മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ തലമുറയും നമ്മളിൽ നിന്ന് വിട്ടുപോകുക, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകാൻ കാരണമായി തീരും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു നിഷ്കളങ്കമായ, ശുദ്ധമായ, ദൈവഭക്തരായ ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണമെന്നാണ്. ഹവ്വയ്ക്കും അത് ഏറ്റവും വലിയൊരു പരാജയമാണ് ഉണ്ടായത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. തന്റെ ആദ്യത്തെ മകൻ തന്റെ ഇളയ സഹോദരനെ കൊന്നും അതിനുശേഷം ഉണ്ടായ ആ തലമുറ വഷളായി ദൈവം ജലപ്രളയത്താൽ ആ തലമുറയെ മുഴുവൻ നശിപ്പിക്കേണ്ട ഒരു സന്ദർഭവും എത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ തലമുറ മുഖാന്തരം നമ്മുടെ സഭയ്ക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും ഒരു തലവേദനയായി തീരും. അതിനുവേണ്ടി ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതിന് പ്രകാരം ജീവിക്കുമ്പോൾ ദൈവത്തെ കൊണ്ട്
അവരെ കൊണ്ട് ഗുണമുള്ള, ദൈവത്തിന് ഗുണമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ഈ ദൈവം അവരെ കാക്കുവാനും അതുപോലെ തന്നെ ദൈവം അവരെ കാക്കുവാനും അതുപോലെ കൃഷി ചെയ്യുവാനും അവിടെ ഏൽപ്പിച്ചപ്പോൾ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവ ആരാധനയുടെ ഒരു ചിത്രം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതിനെ വേണ്ട രീതിയിൽ കൃഷി ചെയ്ത് ആ തോട്ടത്തെ സൂക്ഷിച്ചു പോയാൽ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള ആരാധനയും അവിടെ പ്രകടിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവിടെ സംഭവിച്ചതല്ല എന്നും നമുക്ക് നന്നായി അറിയാം. എന്താണ് സംഭവിച്ചത്? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിച്ചാൽ, ദൈവം വഴിയിൽ കൂടി തന്നെ നമ്മൾ പോയാൽ യഥാർത്ഥമായ ആരാധന നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ഞായറാഴ്ച രാവിലെ ഒരു 10 മണി മുതൽ അല്ലെങ്കിൽ 9:30 മുതൽ ഇത്ര സമയം വരെയും ആണ് ആരാധന. അതല്ല ആരാധന. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതം ഒരു ആരാധനയായി തീരുന്നു. എന്നാൽ മാത്രമേ ഞായറാഴ്ച നമ്മൾ പോയി ഈ കാര്യം ചെയ്യുമ്പോൾ, ആ അപ്പം മുറിക്കുമ്പോൾ, ആ പാനപാത്രത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് പ്രസാദമായ ഒരു യാഗമായി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതം ഓരോ ദിവസവും എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് പോയിരുന്ന ഒരു പാട്ടോ ഒരു ചിന്ത പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അധ്വാനിക്കണം. എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി. നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. ഈ അധ്വാനിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള തലമുറയ്ക്കും ദൈവസന്നിധിയിൽ പോകുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കടക്കുന്നത് നമ്മൾ കാക്കുവാൻ വിട്ടുപോയ അതിർത്തികളിൽ കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കടക്കുന്നത്. ഒന്ന്, സാത്താന്റെ പല പേരുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ നമ്മളെ എതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. സെക്രിയ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അവിടെ യോശുവ എന്ന് പറയുന്ന മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവൻ കളങ്കിതമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് അവനെതിരെ വാദിക്കുന്ന, അവനെ ചൂണ്ടിക്കാണിച്ച് അവന്റെ കുറ്റം ആരോപിക്കുന്ന ഒരു സാത്താനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഹവ്വയെ ഉപായത്താൽ ചതിക്കുന്ന സാത്താനെ നമുക്ക് കാണാൻ കഴിയും. അവനൊരു ഉപായിയാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. അത് നമുക്കത് വായിച്ചു കേൾക്കാം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. നിർമ്മതരായിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അവിടെ നമ്മുടെ പ്രതിയോഗിയായ സാത്താനെ കുറിച്ച് കാണാൻ സാധിക്കും. പ്രതിയോഗി എന്ന വാക്ക്, അതിന്റെ വേറൊരു വാക്ക് ഉദാഹരണത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശത്രുവായ സാത്താൻ, അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എതിരെ നമ്മളെ വിഴുങ്ങേണ്ടതിന് വേണ്ടി നമ്മളെ തിരിഞ്ഞു നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണം? 2 വാക്കാണ്. ഒന്ന്, നിർബന്ധരായിരിക്കുക, ഉണർന്നിരിക്കുക. എന്താണ് നിർബന്ധരായിരിക്കുക? ഞാൻ പല വ്യാഖ്യാനങ്ങളും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ചിന്ത വന്നപ്പോൾ ഞാൻ പല ഡിക്ഷണറികളും തപ്പിയപ്പോൾ അതിൽ കിട്ടിയ ചില വാക്കുകളാണ്. ഒന്ന്, ക്ലിയർ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ കളങ്കമില്ലാത്തൊരു മനസ്സ്. ഒന്ന്. രണ്ടാമത്തത് അഹങ്കാരമില്ലാത്തൊരു വ്യക്തിത്വം. മൂന്നാമത് വിനയമുള്ള ഒരു വ്യക്തിത്വം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കളങ്കമില്ലാത്തതായിരിക്കണം. നമ്മുടെ മനസ്സിൽ വലിയ കോളിളക്കമില്ലാത്തൊരു മനസ്സായിരിക്കണം. അങ്ങനെ ഒരു മനസ്സിന് മാത്രമേ നമ്മൾ നിർമ്മതർ എന്ന് പറയുവാൻ സാധിക്കത്തുള്ളൂ. ഉണർന്നിരിക്കണമെങ്കിൽ, ഒരു വ്യക്തി ഉണർന്നിരിക്കണമെങ്കിൽ അവൻ നിർമ്മതനായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് ചാഞ്ചാട്ടമുള്ള മനസ്സായിരിക്കരുത്. അവന്റെ മനസ്സ് കോപത്താൽ നിറഞ്ഞ ഒരു മനസ്സായിരിക്കരുത്. അവന്റെ മനസ്സ് പലവിധ ചിന്തകളാൽ നിറഞ്ഞ ഒരു മനസ്സായിരിക്കരുത്. അവന്റെ മനസ്സിന്റെ പ്രത്യേകത അവനൊരു ശാന്ത മനസ്സുണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമാണ് ഉണർന്നിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത് നമ്മൾ കണ്ടു,
അഹങ്കാരമില്ലാത്ത മനസ്സ്. അഹങ്കാരമില്ലാത്ത മനസ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഉണർന്നിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വിനയമുള്ള മനസ്സിന് മാത്രമേ ഉണർന്നിരിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഈ ആ, നിർമ്മത മനസ്സും അതുപോലെ ഉണർന്നിരിക്കുന്ന അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ പലപ്പോഴും സാത്താന്റെ പിടിയിൽ അകപ്പെട്ടു പോകുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ പ്രതിയോഗി നമ്മളെ വിഴുങ്ങുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നിർമ്മതരല്ലാതെ പോകുമ്പോഴും നമ്മൾ ഉണർന്നിരിക്കാത്ത അവസ്ഥയിലുമാകുമ്പോഴും നമ്മുടെ പ്രതിയോഗിയെ നമ്മൾ വിഴുങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? സദൃശവാക്യം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ദൈവ ഭക്തനായ ശലോമോനിൽ കൂടി ഈ കാര്യം നമ്മൾ ഓർപ്പിക്കുന്നു. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സദൃശവാക്യം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. സകല ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. നമ്മുടെ ഹൃദയത്തെ നമ്മൾ എങ്ങനെയാണ് കാക്കുന്നത്? സകല ജാഗ്രതയോടെ. നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ഹൃദയം എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഹൃദയം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മുടെ ഡിസയർ, ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ സ്ഥാനങ്ങൾ, നമ്മുടെ മാനങ്ങൾ, നമ്മുടെ പേരിനെ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യേകത, ആ ഹൃദയത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അത് നിറവേറ്റുവാൻ വേണ്ടി ഏത് പരിധി വരെ നമ്മൾ ഓരോരുത്തരും, മനുഷ്യന് ആരും പോകും എന്നുള്ള കാര്യം നമുക്കറിയാം. സ്ഥാനവും മാനവും പേരിനും വേണ്ടി അവരെന്തും ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളും അതിൽ ഉൾപ്പെടും. നമ്മുടെ ഹൃദയത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഹൃദയത്തെ കാക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥാനം നമ്മുടെ പേരിന് വേണ്ടി, നമ്മുടെ മാനത്തിന് വേണ്ടി, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ആണെങ്കിൽ പലപ്പോഴും ഇതിൽ കൂടിയാണ് സാത്താൻ കയറുവാനും നമ്മളെ തന്ത്രത്തിൽ ചതിക്കുവാനും നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ 1-ാം സ്ഥാനം നമ്മൾ കർത്താവിന് കൊടുത്തേ ഇതെല്ലാം മാറും. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കരുത്. നമ്മുടെ ഹവ്വയുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ആ ഹവ്വയുടെ ജീവിതത്തിലും പറ്റിയ അപകടം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഹവ്വയെ ശ്രദ്ധിച്ചത്? ഇത് കാണുവാൻ നല്ലതെന്നും തിന്നുവാൻ ഗുണമുള്ളതെന്നും ജ്ഞാനം ലഭിക്കുന്നതുമെന്നും അവൾക്ക് തോന്നി. സാത്താൻ തന്നെ പറഞ്ഞു, നീ തിന്നാൽ നീ ദൈവത്തെ പോലെയാകും, നീ മരിക്കുകയില്ല, ഉറപ്പാ. അപ്പോൾ അവക്ക് ഉണ്ടായ ആ താല്പര്യം ദൈവത്തെ പോലെ ആകണം, എനിക്ക് ജ്ഞാനം ലഭിക്കണം, ഞാൻ ജീവിക്കണം എന്നുള്ള ആ സ്വപ്നം തനിക്കുണ്ടായി. തനിക്ക് ഒരു ഡിസയർ, ഒരു ആഗ്രഹം ഉണ്ടായി, തനിക്കൊരു സ്വപ്നമുണ്ടായി, തന്നെക്കുറിച്ച് തന്നെ തനിക്കൊരു താല്പര്യം ഉണ്ടായി. അവിടെയാണ് തെറ്റുപറ്റിയത്. ഇന്ന് മനുഷ്യ ജീവിതത്തിലെല്ലാം പറ്റുന്ന ഒരു അബദ്ധം ഇത് തന്നെയാണ്. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്ഥാനമാനങ്ങൾക്കും നമ്മുടെ പേരിനും വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ട്. സാത്താൻ നമ്മളിൽ കടന്ന് നമ്മളെ തോൽപ്പിക്കുന്ന ഇതിൽ മുഖാന്തരമാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ സൂക്ഷിക്കുക. നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കുക. രണ്ടാമത് നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട്, നമ്മുടെ കുടുംബത്തിൽ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമ്മളൊന്ന് വായിച്ചു. അതിന്റെ അവസാനത്തെ ഭാഗം യോശുവയുടെ പുസ്തകം 24-ന്റെ 15-ാം അധ്യായം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തെ അമ്മോനിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയുടെ ഈ ഒരു സംഭാഷണം നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സംഭാഷണമാണ്. ഇത് പലപ്പോഴും ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ ഭവനങ്ങളിൽ എഴുതി വെക്കുന്നതാണ്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തെ നമ്മൾ സൂക്ഷിക്കണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ കുടുംബത്തെ സേവിക്കുവാൻ വേണ്ടി, യഹോവയെ സേവിക്കുവാൻ വേണ്ടി നമ്മളെ അവരെ കാത്തു സൂക്ഷിക്കണം. നമ്മളെ അവരെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കണം. ഒന്നാമത് നമ്മളെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് ചിന്തിച്ചത്. എൻ്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം. ഞാൻ എന്ന വ്യക്തിയുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിച്ചാൽ
എൻ്റെ കുടുംബത്തെ എനിക്ക് എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ എന്നുള്ള കാര്യം നമ്മൾ തുടർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്ന കുടുംബത്തിൽ ഒന്നാമത്തെ സ്ഥാനം ദൈവം കൊടുത്തിരിക്കുന്നത് ഭർത്താക്കന്മാർക്കാണ്. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആദാം ആദ്യമേ നിർമ്മിക്കപ്പെട്ടു, പിന്നീട് ഹൗവ. ദൈവം ആദ്യമേ ഉണ്ടാക്കിയത് ആദാമിനെയാണ്. ആദാമിനെ ദൈവം ഉണ്ടാക്കി, അതിനുശേഷം ഹൗവയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശ പ്രത്യേകത ഇതാണ്. ഒന്ന്, ഞാൻ ആദ്യമേ ഉണ്ടായി, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ദൈവം, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനോടും പിന്നെ നമ്മോടും സംസാരിക്കുന്നതായി കാണാൻ സാധിക്കും. ഞാൻ ആദ്യവും അന്ത്യവുമാകുന്നു, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. അതുപോലെ രണ്ടാമത്തെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് കുടുംബത്തിൽ പുരുഷന്മാരാണ്. പുരുഷന്മാരുടെ ജോലി ബാക്കിയുള്ളവരെ കാത്തു സൂക്ഷിക്കുക, അവരെ വളർത്തുക, അവരെ കൾട്ടിവേറ്റ് ചെയ്യുക, അവരെ കാത്തു സൂക്ഷിക്കുക. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ആദ്യം നീ തന്നെ സൂക്ഷിക്കുക, പിന്നെ മറ്റുള്ളവരെയും സൂക്ഷിക്കുക. നമ്മളെ തന്നെ സൂക്ഷിക്കുക, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. രണ്ടാമത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഭാര്യമാർ. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്ത്രീ തന്റെ ഭവനത്തിലും സഭയിലും എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതേ കാര്യം തന്നെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിലെല്ലാം തന്നെ ഒരു സ്ത്രീയുടെ പ്രത്യേകത എന്താണ്, ആ സ്ത്രീയെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം ദൈവം അവിടെ ഓർപ്പിക്കുന്നു പൗലോസിൽ കൂടി. ദൈവം ഉദ്ദേശിക്കുന്നത് ഇതാണ്: സ്ത്രീ ഇത് പ്രവർത്തിച്ചു വന്നാൽ ആ കുടുംബത്തിന് ഗുണമുണ്ടാകും. പ്രത്യേകിച്ച് നമുക്കൊരു വാക്യം നമ്മളൊന്ന് വായിച്ച് കേൾക്കുന്നത് നല്ലതായിരിക്കും. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം: എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഈ 15-ാം വാക്യത്തിൽ അത് അതിന്റെ കൺക്ലൂഷൻ ആയിട്ടുള്ള ഒരു വാക്യമാണ് എന്ന് നമുക്കറിയാം. ആ കൺക്ലൂഷൻ വാക്യത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നത് അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഇങ്ങനെയാണ്. അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? വിശ്വാസത്താലും സ്നേഹത്താലും വിശുദ്ധീകരണത്താലും സുബോധത്താലും ജീവിക്കുന്നുവെങ്കിൽ ആണ് മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ രക്ഷ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയല്ല. നമ്മൾ പലപ്പോഴും ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവചനം ഒരു ത്രികാല രക്ഷയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു താൻ ക്രൂശിൽ മരിച്ചു നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയപ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് അവിടെ ഒരുക്കപ്പെട്ടത്. നമ്മുടെ ആത്മാവിനാണ് രക്ഷ. നമ്മളെ രക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇനിയും 3 ഘടകങ്ങൾക്ക് രക്ഷ ഇനി ലഭിക്കാനിരിക്കുന്നു. ഒന്ന്, നമ്മുടെ ആത്മാവുണ്ട്, പിന്നെ നമ്മുടെ ദേഹമുണ്ട്, ദേഹിയുണ്ട്. ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെ ശുദ്ധനും നിഷ്കളങ്കരമാക്കി ദൈവസന്നിധി നിർത്തുവാൻ വേണ്ടി നമ്മുടെ ദേഹിയുടെ രക്ഷ അല്ലെങ്കിൽ ശുദ്ധീകരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ ശിക്ഷയ്ക്കും ഓരോ പ്രവർത്തികൾക്കും അല്ലെങ്കിൽ ദൈവത്തെ വിട്ടുപോകുന്നതിനുള്ള ചെറിയ ശിക്ഷകളും ബാലശിക്ഷകളും നമ്മളെ നൽകി ദൈവത്തിന്റെ വഴിയിൽ കൂടി ദൈവം നമ്മളെ നടത്തുമ്പോൾ നമ്മുടെ ദേഹിയുടെ രക്ഷ അതിൽ കൂടി നടത്തുന്നു. പിന്നീട് അതിന്റെ അവസാനമായി കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്ത് വന്ന് നമ്മളെ തന്റെ അടുക്കൽ വിളിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു രൂപാന്തരപ്പെട്ട ശരീരം നമുക്ക് കിട്ടും. നമ്മുടെ ഈ ശരീരം രൂപാന്തരപ്പെടും. പുതിയൊരു ശരീരമല്ല, ഈ ശരീരം രൂപാന്തരപ്പെടും. നമുക്ക് രൂപാന്തരപ്പെട്ട ശരീരം കിട്ടി നമ്മൾ കർത്താവിന്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രക്ഷയും പൂർത്തീകരണത്തിലേക്ക് എത്തും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് രണ്ടാമത്തെ ഈ രക്ഷയുടെ പ്രത്യേകതയാണ് കാണുന്നത്, അല്ലെങ്കിൽ ദേഹിയുടെ രക്ഷ. ഈ ദേഹിയുടെ രക്ഷയുടെ പ്രത്യേകത പുരുഷന്മാർ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകൾക്കും ഒരുപോലെ തന്നെ ഉള്ളത്, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ഓരോ തെറ്റായ കാര്യങ്ങൾക്കും തക്കതായ ശിക്ഷ ലഭിച്ച് അല്ലെങ്കിൽ ബാലശിക്ഷ ലഭിച്ച് ദൈവസന്നിധി നിഷ്കളങ്കരായി തീരുമ്പോൾ തന്നെ സൗര്യന്മാർക്ക് ഒരു പടി കൂടുതൽ അവർക്ക് കിട്ടുന്ന ഒരു സന്ദർഭമാണ് മക്കളെ പ്രസവിക്കുക. അവർ മക്കളെ പ്രസവിക്കുമ്പോൾ
കടന്നു പോകുന്ന വേദന തന്നെ അതിന്റെ ഈ ശുദ്ധീകരണത്തിന്റെ ഒരു പ്രക്രിയ തന്നെയാണ്. രണ്ടാമത്, അവർ മക്കളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെ വളർത്തുവാനും അതിനേക്കാളും അപ്പുറം വേദന സഹിക്കേണ്ടി വരും. നമുക്കറിയാം, ഒരെണ്ണം ശാരീരിക വേദനയാണെങ്കിൽ മക്കളെ വളർത്തുന്നത് മാനസിക വേദന എത്രമാത്രമാണ് എന്ന് നമുക്കറിയാം. ആ മാനസിക വേദനയിൽ കൂടി കടന്നു പോകുന്ന സ്ത്രീകൾ, അവർ യഥാർത്ഥത്തിൽ മക്കളെ വളർത്തുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ദേഹിയുടെ രക്ഷ നേടുവാൻ സാധിക്കും. ഇത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ ദൈവഭക്തിയിലും ദൈവത്തിന്റെ വഴിയിലും അവരെ പഠിപ്പിച്ച് വളർത്തുവാൻ സാധിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ രക്ഷയുടെ പ്രത്യേകതയാണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നു. തിമോത്തിയോസിന്റെ ആ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, നിന്റെ വല്യമ്മയിലും നിന്റെ അമ്മയിലും കണ്ട വിശ്വാസം നിന്നിലും ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ്. ആദ്യമേ തന്റെ വല്യമ്മ രക്ഷിക്കപ്പെട്ട ശേഷം തന്റെ ആ വിശ്വാസം തന്റെ മകളിലേക്ക് പകർന്നു. തന്റെ മകൾക്ക് ഒരു മകൻ ഉണ്ടായപ്പോൾ ആ വിശ്വാസം തന്റെ മകനോടും പകർന്നു കൊടുത്തു. നമ്മളൊന്ന് ചിന്തിച്ചേ, ആ മകന്റെ വിശ്വാസം ഉറപ്പിച്ചു വെച്ചതുകൊണ്ട് അന്നുണ്ടായിരുന്ന ആ ദേശം മാത്രമല്ല, ഇന്ന് നമ്മൾ ഉൾപ്പെടെ ആ വിശ്വാസത്തെ നോക്കി അത് നല്ലതെന്ന് പറയുവാനും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും അവർക്ക് സാധിച്ചു. അപ്പോൾ ദൈവം അവരെ എത്രമാത്രം എടുത്ത് ഉപയോഗിച്ചു. 2 സ്ത്രീകളാണ്. നമ്മളറിയാം, ഈ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9-ാം ഭാഗം 9 തൊട്ട് താഴേക്ക് വായിക്കുമ്പോഴൊക്കെ പറയുന്നത്, സ്ത്രീകൾ മൗനമായിരിക്കുവാൻ വേണ്ടി, സഭയിൽ മൗനമായിരിക്കുവാൻ വേണ്ടി പുരുഷന്മാരെ ഉപദേശിക്കരുത് എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് തന്നെയാണ് ഈ ഭാഗം പറയുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചേ, സ്ത്രീകൾക്ക് എത്ര വലിയ പ്രവൃത്തിയാണോ ചെയ്യുവാനുള്ളത്. എങ്ങും അവർക്ക് ഈ കർത്താവിന് വേണ്ടി അവരെ തലമുറകളെ വാർത്തെടുത്താൽ അവർക്ക് ലോകത്തെ പോലും മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് ദൈവം അവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാര് ചിലപ്പോൾ പൗലോസിനെ പോലെയുള്ളവർ ചില പ്രസംഗങ്ങൾ നടത്തി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദേശിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അനേക പൗലോസന്മാരെ വാർത്തെടുക്കുവാൻ സഹോദരിമാർക്ക് സാധിക്കും. ദൈവം അവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നതാണ്. അവർ പുൾപിറ്റുകളിൽ കയറി പ്രസംഗിക്കാനില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പുരുഷന്മാരെ ഉപദേശിക്കുവാനോ അവരുടെ മേൽ അധികാരം എടുക്കുവാനുമല്ല. ഇവിടെ പറയുന്നത് പോലെ അവർ സുബോധത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, അവരുടെ ആ ശുദ്ധ മനസ്സോടുകൂടി ഒരു കുഞ്ഞിനെയെങ്കിലും വളർത്തിയെടുക്കുവാൻ സാധിച്ചുവെങ്കിൽ, അവനെ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ്, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അതിനപ്പുറമായി ഒരു മനുഷ്യനും ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാം. അപ്പൊ സഹോദരിമാരോട് ഞാൻ പറയുന്ന കാര്യം, പലപ്പോഴും ഇന്ന് ഭവനങ്ങളിൽ പ്രശ്നമുണ്ടാകുവാൻ കാരണം സഹോദരിമാർ പലപ്പോഴും അധികാരം എടുക്കുന്ന ഒരു സന്ദർഭം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കുറ്റമെന്ന് ഞാൻ പറയത്തില്ല, കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളെ ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. നമ്മുടെ അയൽവക്കം, നമ്മളെ സഹകരിച്ചു വരുന്ന കൂട്ടുകാരും അല്ലെങ്കിൽ ബന്ധുക്കാരും, ഇവരെല്ലാം തന്നെ പല രീതിയിൽ നമ്മളെ ആകർഷിച്ചു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു മാറ്റം വരുത്തി എന്ന് പറയും. അവരുടെ ആ രീതിക്ക് നമുക്ക് രസം തോന്നി, അല്ലെങ്കിൽ അതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നി എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാം, ദൈവം നമ്മളെ കുറിച്ച് അതല്ല ഉദ്ദേശിച്ചത്. അത് സാത്താന്റെ ഒരു തന്ത്രമാണ്. നമ്മളെ തോൽപ്പിക്കുവാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിൽ സഹോദരന്മാരെ നിങ്ങൾ വീണു പോകരുത്. നിങ്ങൾ സുബോധത്തോടു കൂടി നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്തിനാണ് നിങ്ങളെ ആ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാൻ ഞാൻ ആത്മ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ ഏകാന്തത മാറുവാനും അവർക്കൊരു സഹായമായും ആണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെക്കുറിച്ച് അനേക പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പബ്ലിക്കായിട്ടല്ല, രഹസ്യമായിട്ട്. പക്ഷേ ആ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനേക മടങ്ങ് പ്രതിഫലം ദൈവം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടാക്കി തരും. നമ്മൾ നോക്കാം, ഹന്നയെ പോലെ ഒരു വ്യക്തി തന്റെ മകനെ, തനിക്ക് ആകപ്പാടെ കിട്ടിയ ഒരു മകനെ, ആദ്യമായി കിട്ടിയ ഒരു മകനെ
തന്നെ തന്നെ ദേവാലയത്തിന് കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, എത്ര ഹന്നന്മാരുണ്ടെങ്കിൽ ഇതുപോലെ അനേക ശമൂലന്മാർ എഴുന്നേൽക്കുമായിരുന്നു. ആ ശമൂലന്മാർ എഴുന്നേൽത്തിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ലോകത്തിന്റെ അവസ്ഥ ഇതൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒരു ഹന്യയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സമർപ്പിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഈ ലോകത്തെ മാറ്റാൻ സാധിക്കും. ഒരു തിമോത്തിയോസിന്റെ മാതാവിനെ പോലെ, ബെഞ്ചമിനെ പോലെ, ലോയിസിനെ പോലെയും ഒക്കെ ആയി തീരുവാൻ സാധിക്കുന്നുവെങ്കിൽ അനേകരെ നേടുവാൻ നിങ്ങൾക്കും സാധിക്കും. നിങ്ങൾക്കും ഒത്തിരി ദൗത്യങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ പെൺമക്കളെ പഠിപ്പിക്കേണ്ട 2 ഭാഗങ്ങളാണ്. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും, തീത്തോസിന്റെ ലേഖനം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും അവരെ പഠിപ്പിച്ചു വിട്ടാൽ പിന്നെ ആ തലമുറ ദൈവഭക്തിയോടെ കൂടെ ജീവിക്കും. അവർ ദൈവഭക്തിയോട് കൂടെ ജീവിച്ചാൽ ദൈവത്തിന് ഉപയോഗമുള്ളവരായി ജീവിക്കും. ഇല്ല എങ്കിൽ ഒന്ന് ചിന്തിച്ച്, ദൈവഭക്തി ഇല്ലാത്ത നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ വളർന്നു വന്നാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഒരു രൂപരേഖ ദൈവവചനത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചാൽ നമുക്കിത് കാണാം. പക്ഷേ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അതിനകത്ത് ചില പദപ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവഭക്തി ഇല്ലാതെ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, രക്ഷിക്കപ്പെട്ട അവർ വളർന്നു വന്നവരായിരിക്കാം. പക്ഷേ അവർ വേണ്ട രീതിയിൽ ദൈവഭക്തി ഇല്ലാതെ വളർന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. വീടുകളിൽ നുണ കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാതെ പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവൻ. ഓക്കെ, അവിടെ ചില സ്ത്രീകളെ കുറിച്ച് പറയുന്നത്, ഒന്ന് പാപങ്ങൾ അവരുടെ മനസ്സിനെ മാറ്റുന്ന ഒരു സംഭവം. പാപത്തിൽ അതീതനായി പോകുന്ന ഒരു കൂട്ടം സ്ത്രീകളെ കുറിച്ച് കാണാൻ സാധിക്കും. നാനാമോഹങ്ങൾക്ക് അതീതരായി പോകുന്ന ഒരു കൂട്ടത്തെ കാണാൻ സാധിക്കും. എത്ര പഠിച്ചാലും ആ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്താൻ പറ്റാത്ത ഒരു സമൂഹം. വളരെ എത്ര പഠിച്ചാലും സത്യത്തിന്റെ അതിൽ എത്തുവാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ആ ക്വാളിറ്റിയിൽ എത്തുവാൻ സാധിക്കാത്തതെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. എത്ര വചനം കേട്ടിട്ടും ഒരു മാറ്റവും ഇല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന കാരണമില്ല. ഒന്ന്, തലമുറ മാറിപ്പോകുവാൻ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയം, ആ പരാജയം നമ്മുടെ തലമുറകൾക്ക് കടന്നുപോകും. ആ തലമുറകൾക്ക് നഷ്ടപ്പെടരുത്. നമ്മുടെ തലമുറകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ തലമുറയെ അതിനുവേണ്ടി അഭ്യസിപ്പിക്കുക. നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടതുപോലെ തിമോത്തിയോസിന്റെ വല്യമ്മയും അതുപോലെ തന്നെ അമ്മയെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരന്മാരെ കുറിച്ചും നമ്മുടെ പെൺമക്കളെ കുറിച്ച് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. 2-ാമത്തെ സെക്ഷൻ നമ്മൾ നമ്മുടെ കുടുംബത്തെ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമുക്കറിയാം, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അത് വിട്ടു മാറുകയില്ല. അവൻ കൊച്ചിലെ പഠിക്കുന്ന കാര്യങ്ങൾ ഇന്നും അവൻ പഠിക്കും. നമുക്കറിയാം, നമ്മൾ കൊച്ചിലെ പഠിച്ചിരുന്ന പാട്ടുകളും കുഞ്ഞിലെ പഠിച്ചിരുന്ന വാക്യങ്ങളും ഇന്നും നമുക്ക് മനഃപ്പാടമാണ്. ഇന്ന് നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് അതുപോലെ നമുക്ക് പഠിക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ അന്ന് പഠിച്ചത് ഇന്നും നമ്മൾ ഓർത്തിരിക്കും. എന്തുകൊണ്ട്? ബാലൻ നടക്കേണ്ടുന്ന വഴിയെ അവനെ അഭ്യസിപ്പിച്ച ഒരു സമയം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ മാതാപിതാക്കന്മാരും നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും നമുക്ക് വേണ്ടി വളരെ അധ്വാനിച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മളായിരിക്കുന്നു. പക്ഷെ നമ്മുടെ തലമുറകളെ നമ്മൾ അങ്ങനെ വാർത്തെടുക്കുന്നു. നമുക്കൊരു വാക്യം കൂടെ വായിച്ച് ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 45-ന്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 45-ന്റെ 16-ാം. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും, സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പുത്രന്മാർ നിന്റെ പകരം ഇരിക്കും. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് പകരമായി ആത്മീക സ്ഥാനങ്ങളിൽ കയറണം. അവർ അവിടെ ഇരിക്കണം. നമുക്ക് പകരമായി നമ്മളെക്കാളും നന്നായി നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടണം.
അവരുടെ കൃപാവരങ്ങൾ അവർ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാണും. അത് നമ്മൾ ഓരോരുത്തരും സ്വപ്നമാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കൃത്യമായി പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന വളരെ ദുഷിച്ച ഒരു ലോകത്താണ്, വളരെ ബുദ്ധിമുട്ടുള്ള ലോകത്താണ്. അവർക്ക് വിശ്വാസിയായി പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ഒരു ലോകത്താണ് അവരായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വളർന്ന ഒരു സമൂഹമോ നമ്മൾ വളർന്ന ഒരു കാലമോ അല്ല ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നത്. പലവിധമായ പ്രലോഭനങ്ങളും പലവിധമായ പ്രശ്നങ്ങളും പലവിധമായ സമ്മർദ്ദങ്ങളും അതിൽ അവർ അതിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം, നമ്മുടെ തന്റെ പിതാക്കന്മാർക്ക് പകരമായി അവർ ഇരിക്കുന്നുവെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ദൈവം അവരെ പ്രഭുക്കന്മാരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടിരുവാൻ സാധിക്കുന്നുവെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ നമുക്ക് നമ്മുടെ മക്കളെ കൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം അവരെയും അനുഗ്രഹിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. എൻ്റെ വീട്ടിലോ വേറെ ഏത് വീട്ടിലോ എഴുതി വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ അത് നമ്മൾ പ്രാവർത്തികമാക്കി. യോശുവ തന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി. കാലേബിന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കാണാൻ സാധിക്കും. അങ്ങനെ അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികം, അല്ലാത്തവരുടെ ജീവിതവും നമുക്ക് കാണാൻ സാധിക്കും. തന്റെ മക്കളെ പഠിപ്പിക്കാത്തത് കൊണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായ പരാജയം എത്രമാത്രം വേദന താൻ അനുഭവിക്കേണ്ടി വന്നു മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ വേലയെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നു. നമ്മളെ സൂക്ഷിക്കുന്നു, നമ്മുടെ കുടുംബത്തെ സൂക്ഷിക്കുന്നു. ആ രീതിയിൽ മാത്രമേ നമുക്ക് സാത്താന്റെ തന്ത്രങ്ങളെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ച ചിന്തകൾ, അത് ഒരു പുതുമയൊന്നുമല്ല, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും തന്നെയില്ല, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു പ്രത്യേകതയുമില്ല, എനിക്ക് സാമർഥ്യമോ എനിക്ക് പഠിപ്പോ ഇല്ല. എനിക്ക് ഉള്ളതൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇതിനൊന്നും ഈ പറഞ്ഞ് കേൾത്തതൊന്നും സൂക്ഷിക്കുവാനോ എനിക്ക് ചെയ്യുവാനോ സാധിക്കുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ അധികാരികൾ എന്നെക്കാളും ശക്തനാണ്, സാത്താൻ എന്നെക്കാളും ശക്തനാണ്. പക്ഷേ എന്നെ സഹായിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്റെ ദൈവമാണ്. ആ ദൈവം എന്റെ ജീവിതത്തിൽ വന്ന് എന്നെ സഹായിച്ചില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നുള്ള ചിന്ത നല്ല ജീവിതത്തിലാണ്. ഞാൻ അശക്തനാണ്, എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. പക്ഷേ ദൈവം എന്നെ സഹായിച്ചുവെങ്കിൽ എന്നെ സാധിക്കും. ദൈവം എനിക്കൊരു കുടുംബം തന്നുവെങ്കിൽ ആ കുടുംബത്തെ പോറ്റുവാനുള്ള കൃപ എനിക്ക് തരണം എന്നുള്ള പ്രാർത്ഥനകളുടെ ജീവിതത്തിൽ. ദൈവം എനിക്ക് ഒരു ഭാര്യയെ തന്നിരുന്നെങ്കിൽ ആ ഭാര്യയെ സ്നേഹിക്കുവാനും കരുതുവാനും അവളെ മാനിക്കുവാനും എനിക്ക് കഴിയണം എന്നുള്ള ആ പ്രാർത്ഥന എനിക്ക് ഉണ്ടാകണം. എനിക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അവ ദൈവഭയത്തിലും ദൈവകൃപയിലും വളർത്തിക്കൊണ്ടുവരാനുള്ള കൃപ എനിക്ക് തരണം എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ രീതിയിൽ ദൈവത്തിലുള്ള സമർപ്പണവും ദൈവത്തിലുള്ള ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവും ആണ് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയുള്ളൂ. വളരെ ദുഷിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്ന. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കർത്താവിന്റെ വരവ് അടുക്കുമ്പോൾ ആ കാലം നോഹയുടെ കാലം പോലെ, ലോകത്തിന്റെ കാലം പോലെ, അതിനേക്കാളും ദുഷിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഓർമ്മയോടുകൂടി നമ്മൾ ഭക്തിയുള്ള ഒരു തലമുറയെ വളർത്തിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിഷ്കളങ്കമായ ശുദ്ധമായ ഭക്തിയുള്ള തലമുറ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെയും ആശംസയോടെയും എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ ഈ സൃഷ്ടിയിലേക്ക് വിളിച്ച സന്തോഷിനെയും അതുപോലെ സന്തോഷ് സഹോദരനെയും അതുപോലെ തന്നെ ഇവിടെ അതിന്റെ കൂടെ നിൽക്കുന്ന മറ്റു സഹോദരന്മാരോട് നന്ദി അറിയിക്കുന്നു. എന്നെ ഇത്രയും നേരം കേട്ട കൂട്ടു സഹോദരന്മാരോട് നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ എനിക്ക് സംസാരിക്കാനുള്ള കഴിവോ പ്രത്യേകതയൊന്നുമില്ല, കഴിവോ സാമർഥ്യമൊന്നുമില്ല. അത് ദൈവം തരുന്ന കൃപ മാത്രമേ ഉള്ളൂ. എനിക്ക് പല പോരായ്മകളുണ്ട്. ആ പോരായ്മകളെല്ലാം സഹിച്ച് എന്നെ ഇത്ര നേരം ശ്രമിച്ച എന്റെ കൂട്ടി സഹായിക്കുന്ന നന്ദി പറയുന്നു. ദൈവം എന്നെ ഓരോരുത്തരും സഹായിക്കുന്നതിനായിട്ട് അനുഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശനിയാഴ്ച വൈകുന്നേര സമയം കാൽവരിനാഥ മിനിസ്ട്രി ഒരുക്കിയ പാടി സ്തുതിക്കാമെന്നുള്ള പ്രോഗ്രാമിലേക്ക്
നമുക്ക് ഏവർക്കും കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇന്ന് നമുക്കൊരു സാവകാശം തന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നാം കടന്നു വന്ന നേരം മുതൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കർത്തൃദാസൻ ചാൾസ് വർഗീസ് അവരുടെ ചെറിയ സാക്ഷ്യം, അതിനുശേഷം വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം നമുക്ക് പ്രിയ സഹോദരനെ എടുത്ത് ഉപയോഗിച്ചു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. സാത്താൻ നമ്മളെ തോൽപ്പിക്കുവാൻ പാടില്ല. നമ്മൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ, ധൈര്യത്തോട് മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ അനേക കാര്യങ്ങൾ പ്രിയ കർത്തൃദാസൻ നമ്മളോട് പറയുകയുണ്ടായി. പ്രിയ കർത്തൃദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 3 കുഞ്ഞുങ്ങളെയും സഹോദരിയെ ഓർത്ത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. മാത്രമല്ല, പ്രത്യേകിച്ച് സഹോദരൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ താൻ വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾക്ക് അത് ആ മിനിസ്ട്രി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അനേക കുഞ്ഞുങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഇവിടെ വരുത്തുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയ സഹോദരനെയും കുടുംബത്തെയും അത് ഓർക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതുപോലെ ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ച പ്രിയ മകൾ അക്സയ്ക്കും അതുപോലെ ജാനിസ് മോൾക്കും ഞങ്ങളുടെ നന്ദിയെ പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ഒരു മിനിസ്ട്രിയിൽ കടന്നു വന്ന് നിങ്ങൾ ഈ മിനിസ്ട്രിയെ ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിക്കുകയാണ്. ഇത് കുറച്ച് സമയം കൂടിപ്പോയി, എന്നിരുന്നാലും ഇതെല്ലാം ഞങ്ങളോട് സഹകരിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പ്രത്യേക കർത്തൃദാസൻ സന്തോഷ് മാത്യു സഹോദരനെ കുടുംബത്തെയും നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. അറ്റ്ലാന്റയിലുള്ള തോമസ് എബ്രഹാം അച്ഛൻ ഫ്രീ ആണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് കൂടി വരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. മനോഹരങ്ങളായ പാട്ടുകൾ കേൾക്കുവാനും അതിലൂടെ കർത്താവിന്റെ മഹത്വത്തെ കാണുവാനും ഞങ്ങൾക്കിടയായി അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്ന് ചാൾസ് വർഗീസ് ബ്രദറിന്റെ സാക്ഷ്യവും പ്രബോധനവും കേൾക്കുവാനിടയായി. കർത്താവെ, താന് ഖത്തർവേലയിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം അവനെ സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവനെയും അവന്റെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഖത്തർവേലയിൽ തുടർന്നും നിനക്ക് ഉത്തമ സാക്ഷിയായി ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി തുടരുവാനും അത് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനും അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് കൊടുത്ത ദർശനത്തിനായിട്ട് സ്തോത്രം. കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, സ്വന്തം കഴിവിലല്ല, കർത്താവ് നൽകുന്ന കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് വരുന്ന നാളുകളിൽ ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും നൽകിക്കൊടുത്ത് അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വചനാശുശ്രൂഷയിലും ഒക്കെ കർത്താവിൻ്റെ സഹായവും ആ കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായി തുടർന്നും പോകുവാൻ അവിടുന്ന് അവർക്ക് കൃപ ചെയ്ത് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാത്താൻ ഞങ്ങളെ തോൽപ്പിക്കാതിരിക്കേണ്ടതിന് കരുതിക്കൊള്ളുവാൻ ആ കർത്താവ് ഓരോ വിശ്വാസികൾക്കും ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താനോട് എതിർത്തു നിൽക്കുവാനുള്ള കഴിവ്, കൃപ, സ്വർഗീയ കഴിവുകൾ നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ജീവിക്കാൻ ഉള്ള വിവേകവും പരിജ്ഞാനവും ഓരോ വിശ്വാസികൾക്കും നൽകി അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രത്തോളം ഞങ്ങളെ ഇന്നും സഹായിച്ചു. ഈ 118ാമത്തെ എപ്പിസോഡ് ഇന്ന് പൂർത്തിയാക്കുവാൻ കർത്താവ് സഹായിച്ച് അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന സന്തോഷ് ബ്രദറിനെയും റോയ് ബ്രദറിനെയും ഒക്കെ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യമായ കൃപ വരുന്ന ആളുകളിലും നൽകിക്കൊടുത്തവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളിൽ കൂടി എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ എന്ത് സംസാരിച്ചാലും, എന്ത് ചിന്തിച്ചാലും, എന്ത് തിന്നാലും കുടിച്ചാലും എല്ലാറ്റിലും കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കി തീർക്കുമാറാകുമെന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ രക്ഷിതാവും ദൈവവുമായ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ വലിയവർ താഴ്മയോടെ യാചിക്കുന്നു, കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.